നമ്മളിന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മളുടെ ജോലിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ് ഫീൽഡിലുണ്ടല്ലോ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഈ AI കൊണ്ടുവരാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ടു ബിഗിൻ വിത്ത് നമ്മൾ AI എങ്ങനെ നമ്മളുടെ ഒരു സാധാരണക്കാരൻ്റെ ലൈഫിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു. ദെൻ സബ്സിക്വൻ്റ്ലി നമ്മൾ ഒരു പർട്ടിക്കുലർ ആയിട്ട് നമ്മളുടെ അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഫിനാൻസ് ഫീൽഡിൽ അല്ലെങ്കിൽ ഒരു ടാക്സേഷൻ്റെ ഒക്കെ ഒരു ഫീൽഡിൽ ഒരു പ്രാക്ടീസിങ് ലെവലിൽ അല്ലെങ്കിൽ നിങ്ങളൊരു അക്കൗണ്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ, ഒരു ഫിനാൻസ് മാനേജറൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ AI എങ്ങനെ നിങ്ങളെ സ്വാധീനിക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ AI വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കാനായിട്ട് സാധിക്കും. ഈ കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് എൻ്റെ കൂടെയുള്ളത് ഗോഡ്വിനാണ്, നമ്മുടെ ഫെമിൻ്റെ ആർട്ടിക്കിളാണ്. അപ്പം നമ്മളൊരു ഡിസ്കഷനിലേക്കാണ് AIയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിസ്കഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. വെൽക്കം ഗോഡ്വിൻ. താങ്ക് യു സാർ. അപ്പോൾ ആദ്യമായിട്ട് എനെ കുറിച്ച് കടന്നു വരുമ്പോൾ എയുടെ ഒരു പുതിയൊരു കടന്നുവരവ്, അതായത് പെട്ടെന്നായിരുന്നു ഒരു കടന്നുവരവ് ഉണ്ടായത്. മോസ്റ്റ് പ്രോബബ്ലി ഇപ്പോൾ ഒരു പുതിയ ജനറേഷൻ ആയിരിക്കും മേ ബി കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സമൂഹത്തിൽ ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ എയുടെ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും? എയുടെ പ്രാധാന്യം എന്ന് പറയുന്നത്, നമ്മൾ AI ഒരു അഡ്വർടൈസ്മെന്റ് കൂടി ഒന്നുമല്ലല്ലോ വന്നത്. നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ChatGPT ഒരു അഡ്വർടൈസ്മെന്റ്? നമ്മളാരും കണ്ടിട്ടൊന്നുമില്ല. അതായത് അതിങ്ങനെ നമ്മുടെ ഒരു നമ്മുടെ ലൈഫിന്റെ ഭാഗമായിട്ട് മാറി എന്നർത്ഥം. അതായത് അത്ര നാച്ചുറലായിട്ട് കടന്നു വന്നു, അത് നാച്ചുറലായിട്ട് തന്നെ എന്ത് ചെയ്തു, എല്ലാവരിലേക്കും വ്യാപിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെയാണ്, അതായത് പ്രത്യേകിച്ച് ഒരു മാർക്കറ്റിംഗ് ടൂളിന്റെ ചില പ്രൊഡക്റ്റുകൾ അങ്ങനെയാണ്, ചില സർവീസുകൾ അങ്ങനെയാണ്. നമ്മളിപ്പോൾ കുറേ നാൾ മുമ്പ് വാട്സപ്പിന് പ്രത്യേകിച്ച് അഡ്വർടൈസ്മെന്റ് ഒന്നും ഉണ്ടായില്ലല്ലോ. നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു യൂട്ടിലിറ്റിയാണ് എന്ത് പറയുന്നത്, അതിൻ്റെ സ്വീകാര്യത ആളുകളിലേക്ക് എത്തുന്നത്. അപ്പോൾ AI വളരെ വന്നു കണ്ടു കീഴടക്കി എന്ന് പറയുന്ന പോലെ വളരെ സിമ്പിളായിട്ട് സൈലൻ്റ് ആയിട്ട് വന്നു. നമ്മളെല്ലാവരും പതുക്കെ യൂസ് ചെയ്ത് തുടങ്ങി. അത്രയും യൂസബിലിറ്റി ഉള്ള കാരണം, അത്രയും വൈഡ് പോസിബിലിറ്റി ഉള്ള കാരണമാണ് എന്ത് ചെയ്തത്, ആളുകളത് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത് എന്നർത്ഥം. ഇപ്പോൾ നമ്മൾ പലപ്പോഴും നോക്കുമ്പോൾ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് പോലുള്ള ആപ്ലിക്കേഷൻ ലെവൽ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ലെവലിലൊരു എന്താ പറയുക, ഡാറ്റ പ്ലാനിങ് അല്ലെങ്കിൽ എക്സിക്യൂഷൻ എല്ലാം വരുന്നു. അപ്പോൾ ഒരു എയുടെ കടന്നുവരോടെ നമ്മുടെ ഒരു വർക്കൗട്ട് അല്ലെങ്കിൽ ഒരു വർക്ക് ബേസ്ഡ് ആയിട്ട് എങ്ങനെയായിരിക്കും നമുക്ക് AI യൂസ് ടൂൾ വരുമ്പോൾ? നമ്മൾ ഇപ്പോൾ പലരും മുമ്പ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് ഇപ്പോൾ ഒരുപാട് ആളുകൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ പോലും, അതായത് ഇപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ഇപ്പോൾ ഗൂഗിളുണ്ട്, ഇപ്പോൾ ഗൂഗിളുണ്ട് നമുക്ക്, പിന്നെ എന്തിനാണ് ഒരു ChatGPT പോലുള്ള AI ടൂളുകളുടെ ആവശ്യം എന്ന് പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഒരു ആംഗിളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടിൻ്റെയും ഒരു ഡിഫറെൻറ്റ് സൈഡിലാണ് ഇത് രണ്ടും വർക്ക് ചെയ്യണം എന്നർത്ഥം. അപ്പോൾ ഗൂഗിൾ നമ്മൾ നോക്കുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് സെർച്ച് ചെയ്യുമ്പോൾ, നമ്മളൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസുകൾ നമുക്ക് തരുന്നു എന്നർത്ഥം. പക്ഷെ അപ്പുറത്തെ സൈഡിൽ AI ടൂളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ChatGPT അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ജെമിനി പോലുള്ള AI ടൂളുകൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മളൊരു പ്രൊഫഷണൽ ഗൈഡൻസ് ഉണ്ടല്ലോ. ഇപ്പോൾ അപ്പുറത്തെ സൈഡിൽ നമ്മളൊരു സ്ഥലത്തേക്ക് ടൂർ പോവുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ തായ്ലാൻഡിലേക്ക് ടൂർ പോവുകയാണ്, നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തായ്ലാൻഡിനെ പറ്റിയിട്ടുള്ള കുറേ ഡീറ്റെയിൽസുകളായിരിക്കും നമുക്ക് വരാം. പക്ഷേ നമുക്കൊരു 5 day ട്രിപ്പ് ഇൻ തായ്ലാൻഡ് എന്ന് പറഞ്ഞ് നമ്മൾ ChatGPT അടുത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഒരു 5 day ട്രിപ്പ് ഒരു പ്രൊഫഷണൽ ടൂർ പ്ലാനർ എങ്ങനെ സെറ്റ് ചെയ്ത് തരും. നിങ്ങൾ എപ്പോൾ പോകണം, എവിടെ പോകണം, ഏത് ടൈമിൽ പോകണം, ഏത് സ്ഥലത്ത് ഫുഡ് കഴിക്കണം, കറക്റ്റ് ഒരു ഇറ്റിനറി ഉണ്ടല്ലോ. അതാണ് ഇതിന്റെ രണ്ടിനും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. മോസ്റ്റ് ഹെൽപ്ഫുൾ ആയിരിക്കും അല്ലേ ഇപ്പോഴത്തെ ജനറേഷനിൽ? നമ്മളത് മിസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നർത്ഥം. അപ്പോൾ നമ്മുടെ ഒരു കോമൺ ഇപ്പോഴത്തെ ഇതിനകത്ത് സ്റ്റേജിൽ നോർമൽ ലെവലിൽ നമ്മളിപ്പോൾ എയുടെ അല്ല മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമോ അല്ലെങ്കിൽ ആമസോണോ അല്ലെങ്കിൽ യൂട്യൂബ് വാട്ടെവർ ഒരു ആപ്ലിക്കേഷനിൽ ഇപ്പോൾ ഒരു ഓട്ടോമേഷൻ കാണാറുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കോമൺലി ഉള്ള ഒരു സിറ്റുവേഷനിൽ ഒരു കോമൺ മാന് നോക്കുമ്പോൾ ഏതൊക്കെ തരത്തിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ മേഖലകളിലാണ് ഇപ്പോൾ AI കടന്നു വന്നിരിക്കുന്നത്? ആക്ച്വലി എല്ലായിടത്തും ഉണ്ട്. നമ്മൾ സർവ്വവ്യാപിയായെന്ന് പറയുന്ന പോലെ എല്ലായിടത്തും ഉണ്ട്. നമ്മളത് നമുക്ക് അനുസരിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യണം എന്നർത്ഥം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡിസൈനിങ്ങിലേക്ക് വരികയാണെന്ന് വിചാരിക്കും. ഇപ്പോൾ നമ്മൾ മുമ്പ് ഒരു പോസ്റ്റർ നമുക്ക് ഡിസൈൻ ചെയ്യണം. നമ്മൾ ഇപ്പോൾ ഒരു പ്രൊഫഷണൽ ഡിസൈനറുടെ അടുത്ത് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്നു. ഇന്ന് നമുക്ക് ജസ്റ്റ് ഒരു പ്രോംപ്റ്റ് മതി ആ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യാനായിട്ട്.
അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു തരത്തിൽ ഒരു ആർട്ടിക്കിൾ നമുക്ക് എഴുതണം എന്ന് വിചാരിക്കും. നമുക്ക് അതിനെ പറ്റിയിട്ടുള്ള ഒരു കണ്ടന്റ് നോളേജ് നമുക്ക് അറിയാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ഒരു 2 പ്രോംപ്റ്റ് മതി ഒരു ആർട്ടിക്കിൾ എഴുതാനായിട്ട്. അപ്പോൾ നമ്മൾ ഏതൊക്കെ ഏരിയയിലാണോ, അതായത് നമ്മളുടെ ഡൊമൈനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതൊക്കെ ഏരിയകളുണ്ടോ അവിടെ എല്ലാം ഈ എയുടെ ഹെൽപ്പ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും അർത്ഥം. എല്ലായിടത്തും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. നമ്മളത് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ വർക്ക് ഈസി ആയിട്ട് നടക്കും എന്നർത്ഥം. ഇപ്പോൾ എനെ കുറിച്ച് കണ്ടു. അപ്പോൾ എ വന്നതിന് ശേഷം ഇപ്പോൾ എയുടെ അപ്ഡേറ്റോ അല്ലെങ്കിൽ എയെ കുറിച്ച് അറിയാണ്ട് പോയാലോ, ഇപ്പോൾ നമ്മൾ പറയാന്ന് പറയുമ്പോൾ നാടോടുമ്പോൾ നടുവേ ഓടണം എന്നാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എയുടെ കടന്നൊരു പെട്ടെന്നായിരുന്നു. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കലി എല്ലാ ഫീൽഡിലും ഇപ്പോൾ എ ആയി, തരംഗമായി. അപ്പോൾ അത് അപ്ഡേറ്റ് ആയില്ലെങ്കിൽ അല്ലെങ്കിൽ എനെ കുറിച്ച് അറിഞ്ഞില്ലെങ്കിൽ ഇപ്പോഴും മാനുവലി വർക്ക് ചെയ്താലുള്ളൊരു എന്തായിരിക്കും പ്രശ്നം ഉണ്ടാവുക? പ്രശ്നം ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലേ, ഞാനൊരു പ്രാക്ടിക്കൽ ഒരു സെനാരിയോ പറഞ്ഞുതരാം. പക്ഷേ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു GST നോട്ടീസ്, ഞാനൊരു അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഫിനാൻസ് ആംഗിളിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു GST നോട്ടീസ് വന്നു എന്ന് വിചാരിക്കും. ഓഡിറ്റായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ചിലപ്പോൾ ഒരു 5 കൊല്ലത്തെ ഒരു ഓഡിറ്റിൻ്റെ ഒരു നോട്ടീസ് വന്നു. അപ്പോൾ ഇത് നമ്മൾ അനലൈസ് ചെയ്ത് നമ്മൾ ഇതിനൊരു വളരെ കാര്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പോയിട്ട് നമ്മൾ അനലൈസ് ചെയ്ത് കേസ് ലോസ്, പ്രൊവിഷൻസ്, സെക്ഷൻസ്, റൂൾസ് ഇതെല്ലാം നോക്കി, നോട്ടിഫിക്കേഷൻസ് ഉണ്ട്, സർക്കുലാർസ് ഉണ്ട്, ഇതൊക്കെ നമ്മൾ നോക്കി തേടി പിടിച്ച് അരിച്ചു പറക്കി നമ്മളൊരു റിപ്ലൈ ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ നല്ല ഒരു ഹെവി നോട്ടീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഒരു 1 to 2 വീക്സിൻ്റെ അടുത്ത് എടുക്കും ശരിക്കും നമ്മൾ മാനുവലായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ നമ്മൾ AI ടൂളുകൾ വെച്ചിട്ട് ഇത് ചെയ്യുകയാണെന്ന് വിചാരിക്കും. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്കൊരു 2-3 അവേഴ്സിനുള്ളിൽ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റിപ്ലൈ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും എന്നർത്ഥം. അപ്പോൾ എന്ത് സംഭവിക്കാന്ന് പറഞ്ഞാൽ AI ടൂളുകൾ യൂസ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവർ വളരെ ലൈറ്റിൻ്റെ സ്പീഡിൽ കാര്യങ്ങൾ ചെയ്ത് തീർക്കുമ്പോൾ ഈ AI ടൂളുകൾ യൂസ് ചെയ്യാത്ത ആളുകൾ മുമ്പത്തെ പോലെ തന്നെ ചിലപ്പോൾ ഒരാഴ്ചയും 2 ആഴ്ചയ്ക്ക് എടുത്ത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർ പതുക്കെ ഫീൽഡ് ഔട്ടായി പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഗോഡ്വിൻ തന്നെ ആലോചിച്ച് നോക്കും, അതായത് A ഉണ്ട്, B ഉണ്ട്. ഇപ്പോൾ ഒരാൾ സർവീസിന് എയുടെ അടുത്തും പോവാം, ബിയുടെ അടുത്തും പോവാം. AI ടൂളുകൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ പരിപാടി തീരുന്നു, ഒരു സർവീസ് ഡെലിവറി കൊടുക്കുന്നു അല്ലെങ്കിൽ ഒരു ഔട്ട്പുട്ട് കൊടുക്കുന്നു. B 2 ആഴ്ച കഴിഞ്ഞിട്ട് കൊടുക്കുന്നു എന്ന് കരുതും. അപ്പോൾ നോർമലി ആളുകൾ ഏനയല്ലേ പ്രിഫർ ചെയ്യുള്ളൂ. അപ്പോൾ പതുക്കെ ഒന്നുകിൽ ബി ഇതുപോലുള്ള കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ബി ഈ ഫീൽഡ് വിട്ടു പോകേണ്ടി വരും. അതാണ് സംഭവിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഫീൽഡ്, ഫിനാൻസ് ഫീൽഡിൽ ഇപ്പോൾ ഇൻകം ടാക്സ് നോട്ടീസ് തന്നെ അല്ലെങ്കിൽ GST നോട്ടീസ് തന്നെ നേരത്തെയൊക്കെ ആണെങ്കിലും റെഫർ ചെയ്യാൻ ഭയങ്കര ഇതുണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും. അല്ലെങ്കിൽ പ്രീവിയസ് ഫയലിംഗ് നോക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡാറ്റാബേസ് നമ്മൾ നോക്കേണ്ടി വരും. അപ്പോൾ ഇപ്പോഴത്തെ എയുടെ കടന്നുവരോടെ ഇതെല്ലാം സിംപ്ലിഫൈഡ് ആയി തോന്നുന്നു ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു എങ്ങനെയിരിക്കും, അതിൻ്റെ ഒരു ഓട്ടോമേഷൻ കാരണം നമുക്ക് ഉണ്ടായ ഒരു ബെനിഫിറ്റ് എങ്ങനെയിരിക്കും? ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഭയങ്കര 2 കാര്യങ്ങളുള്ളതെന്ന് പറഞ്ഞാൽ സ്പീഡ് ഒരു ബെനിഫിറ്റാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അത്രയും കാര്യങ്ങളും നമ്മൾ അത്രയും അനലൈസ് ചെയ്ത് മേ ബി നമുക്ക് AI റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം ആ ഒരു റിസൾട്ടിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് സമയം എടുക്കുന്ന അർത്ഥം. നമ്മൾ ഈ സെക്ഷൻസും നോട്ടിഫിക്കേഷൻസും ഇതെല്ലാം റെഫർ ചെയ്ത് പഠിച്ച് ഗവേഷണം നടത്തി പോകുമ്പോൾ അപ്പോൾ സ്പീഡ് എന്ന് പറയുന്നത് ഒരു 1 ഓഫ് ദ എലമെൻ്റ് ആണ്. മറ്റൊന്ന് പറയുന്നത് ക്വാളിറ്റിയാണ്. അതായത് നമ്മൾ എന്തിനായാലും ഒരു ഹ്യൂമൻ ബീയിങ് ആണ്. ചിലതൊക്കെ നമ്മൾ വിട്ടുപോകും. എല്ലാ പ്രൊവിഷൻസും സെക്ഷൻസും നോട്ടിഫിക്കേഷനും ഒന്നും നമ്മുടെ തലയിൽ ഉണ്ടാവില്ല. പക്ഷേ AI ഒരിക്കലും അത് വിട്ടുപോകാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ 2 എലമെൻറ്റുകൾ ഉണ്ട് അവിടെ. ആക്ച്വലി സ്പീഡ് ഒരു എലമെൻ്റാണ്, പിന്നെ ക്വാളിറ്റി എന്ന് പറയുന്നത് വേറൊരു എലമെൻ്റാണ്. അപ്പോൾ നല്ല ഒരു പ്രൊഡക്റ്റ് വിത്തിൻ വളരെ ലീസ്റ്റ് ടൈമിനുള്ളിൽ ഡെലിവർ ചെയ്യാനായിട്ട് നമുക്ക് ഇതുപോലുള്ള ടൂളുകൾ വെച്ചിട്ട് പറ്റും നമുക്ക്. അപ്പോൾ ഇപ്പോൾ AI കാരണം ഇപ്പോൾ യൂസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ എയുടെ അടുത്തേക്ക് എല്ലാവരും വരുള്ളൂ ആണല്ലോ, പെട്ടെന്ന് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടും വർക്ക് ഈസി ആക്കാൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ AI യൂസ് ചെയ്യാത്ത ആൾക്കാരുടെ ഒരു ജോബ് അത് നഷ്ടപ്പെടാനുള്ളൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവുമോ സൊസൈറ്റിയിൽ? AI പല ആളുകളുടെയും സംശയം നേരെ ഇപ്പോൾ ഗോഡ്വിൻ പറഞ്ഞ പോലെ വേറൊരു ആംഗിളിലാണ് പല ആളുകളും ചിന്തിക്കുന്നത്. അതായത് AI യൂസ് ചെയ്യാത്തതിലുപരി AI വരുന്നതോട് കൂടിയിട്ട് ഓരോരുത്തരുടെ പണി പോവോ എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അതായത് ഒരു ചോദ്യം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ വേറൊരു ആംഗിളിൽ കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി AI വരുന്നതോട് കൂടിയിട്ട് ചില സെഗ്മെൻറ്റുകളിൽ നമുക്ക് ജോലി ഉണ്ടായിരിക്കില്ല. അതായത് ആ ജോലി ഓട്ടോമേറ്റഡ് ആയിട്ട് പോകുന്ന അർത്ഥം.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ ചില സെഗ്മെൻറ്റുകളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും എന്നർത്ഥം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു അക്കൗണ്ടൻ്റ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ, അപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ ബുക്ക് കീപ്പിംഗ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡാറ്റ എൻട്രി എന്ന് പറയുന്നത് ഒരു അക്കൗണ്ടൻ്റ് തന്നെയാണ് ചെയ്യണമെന്ന് വിചാരിക്കും. അപ്പോൾ ഒരു അക്കൗണ്ടൻ്റ് എന്ന് പറയുന്നത് ഒരു ഡാറ്റ എൻട്രി ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് വരുന്ന ഈ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ്, ബാലൻസ് ഷീറ്റ്, P&L ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നു. ഇതും അക്കൗണ്ടൻ്റ് തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ഡാറ്റ എൻട്രി കം ഒരു മാനേജ്മെൻറ്റ് ലെവൽ റിപ്പോർട്ടിംഗ്, ഇതാണ് ഒരു അക്കൗണ്ടൻ്റ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ പക്ഷേ ഈ ഫസ്റ്റ് പറഞ്ഞ ഒരു ഐറ്റം ഉണ്ടല്ലോ, അപ്പോൾ അത് ഓട്ടോമേറ്റഡ് ആയി എന്ന് വിചാരിക്കും. ഇപ്പോൾ ഒരു ബുക്ക് കീപ്പിംഗ് അല്ലെങ്കിൽ ഡാറ്റ എൻട്രി അതൊക്കെ ഒരു ഓട്ടോമേറ്റഡ് ആയിട്ട് ക്യാപ്ചർ ചെയ്തിട്ട് അങ്ങനെ ഒരു സിസ്റ്റത്തിൽ കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ അക്കൗണ്ടൻറ്റിന് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം സേവ് ചെയ്യാനായിട്ട് പറ്റും. കാരണം ഇദ്ദേഹത്തിൻ്റെ ഒരു വാല്യൂ അഡീഷനുള്ള ഇതിൽ ഒരുപാട് കാര്യങ്ങൾ സമയം അവിടെ കിട്ടും. മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 75%-90% ഒരു മാനുവൽ വർക്കിന് ഡാറ്റ എൻട്രിക്ക് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കുക, പോയിട്ടുണ്ടായിരിക്കുക. പക്ഷേ ഇപ്പോൾ പതുക്കെ എന്ത് ചെയ്യാൻ പറ്റും, കാരണം അങ്ങനെയുള്ള കാര്യങ്ങൾ ഓട്ടോമേറ്റഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് അക്കൗണ്ടൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് കാര്യങ്ങൾ ഇപ്പുറത്തെ സൈഡിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. കാരണം അത് ഓട്ടോമേറ്റഡ് ആയി. ഇനി റിപ്പോർട്ടിംഗ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു അനാലിസിസ് ഏരിയ സ്കില്ലുണ്ടല്ലോ, ഒരു അനാലിസിസ് ഏരിയയിൽ ഒരുപാട് കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനും അല്ലെങ്കിൽ ബിസിനസ് ഗ്രോത്തിനെ കുറിച്ച് ചിന്തിക്കാനും, അതായത് ആവശ്യമുള്ള സ്ഥലത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് AI ഹെൽപ്പ് ചെയ്യുന്നർത്ഥം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ ഫീൽഡിൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ അക്കൗണ്ടന്റിന് മേ ബി നല്ല യൂസ്ഫുൾ ആവും യൂസ് ചെയ്യുകയാണെങ്കിൽ. തീർച്ചയായിട്ടും. അപ്പോൾ ഇവരുടെ ഒരു ഫീൽഡിൽ ഇപ്പോൾ മേ ബി സോഫ്റ്റ്വെയർ ആയിരിക്കും അവർ ഇതുവരെ യൂസ് ചെയ്ത് വന്നിട്ടുണ്ടാവുക. അപ്പോൾ AI ഒരു ഹെൽപ്ഫുൾനെസ് അതെങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക? നമുക്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ടാലിയാണ് എന്ത് തന്നെയായാലും നമ്മൾ കുറച്ചൊന്നൊരു ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും എന്നർത്ഥം. അപ്പോൾ ഞാൻ തന്നെ പല വർക്ക്ഷോപ്പുകളിലും നമ്മൾ കാണിക്കുന്ന കാര്യമാണ്. അതായത് ഇപ്പോൾ നമ്മൾക്ക് ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഈ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി എങ്ങനെ നമുക്ക് ടാലിയിലേക്ക് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അപ്ലോഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതൊരു ഓട്ടോമേഷൻ്റെ ഭാഗമായിട്ട് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, എക്സലിലുള്ള ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിന് നമുക്ക് എങ്ങനെ ഒരു ജേണൽ എൻട്രി ഇട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓട്ടോമാറ്റിക്കലി ടാലിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള, അപ്പോൾ നമുക്ക് ഏത് സോഫ്റ്റ്വെയർ ആണെങ്കിലും, നേരത്തെ ഗോഡ്വിൽ പറഞ്ഞ പോലെ നമ്മൾ ഏത് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇതിനെ കുറച്ചൊന്നും ഇത്തിരി ഒരു ഡെപ്തിൽ നമ്മൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പല കാര്യത്തിനും നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നർത്ഥം. നമ്മുടെ AI ടൂളുകൾ ബാക്കിയുള്ള സോഫ്റ്റ്വെയർസോ സിസ്റ്റംസോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഒരു AI ടെക് സേവ് എന്ന് പറഞ്ഞിട്ട്, അതായത് യങ്സ്റ്റേഴ്സിന് മോസ്റ്റ് പ്രോബബ്ലി അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കാം മേ ബി. അതായത് AIക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിനേക്കാളും എന്താണ് ഞാൻ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് എങ്ങനെയിരിക്കും വരുന്നുണ്ടാവുക? ടെക് സേവിയുടെ കേസിൽ എനിക്ക് തോന്നുന്നു നേരെ റിവേഴ്സലി, അതായത് ഇപ്പോൾ ഈ പല ആളുകളും വിചാരിക്കുന്നത് ഇപ്പം AI പഠിക്കാനായിട്ട് ഭയങ്കര ഒരു ടെക്നോളജിയൊക്കെ അറിഞ്ഞിരിക്കണം, അതായത് അത്യാവശ്യം ഇപ്പോൾ കമ്പ്യൂട്ടർ ലാംഗ്വേജ് ഒക്കെ അറിഞ്ഞിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര വലിയ സിസ്റ്റംസ് ഒക്കെ വേണം എന്നൊക്കെ ഉള്ള ഒരു തെറ്റിദ്ധാരണ ആളുകൾക്കുണ്ട്. അതായത് ഇപ്പോൾ AI പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ അല്ലാതെ AI പഠിക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യങ്ങൾ. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ വാട്സപ്പ് യൂസ് ചെയ്യണവർ നമ്മളത് ഇഷ്ടം കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് വാട്സപ്പ് വന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു എബോവ് 60 അല്ലാന്നുണ്ടെങ്കിൽ ഈവൻ 70 എബോവ് ഉള്ള ആളുകളൊന്നും ചിലപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇത് യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. അവർ നമ്മുടെ പഴയ ഫോണായിരിക്കും അവർ യൂസ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ഇപ്പോൾ പതുക്കെ എന്ത് ചെയ്തു, ഇപ്പോൾ വാട്സപ്പ് യൂസ് ചെയ്യാത്ത ആരും ഇല്ല എന്നർത്ഥം. സിമിലർലി തന്നെയാണ് ഈ ഫീൽഡിലും വരാനായിട്ട് പോകുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ഇപ്പോൾ ChatGPT ഇതൊക്കെ ചിലപ്പോൾ ഒരു യങ്ങർ ജനറേഷൻ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടെക്നോളജി യൂസ് ചെയ്യുന്ന ആളുകളായിരിക്കാം. പക്ഷേ പതുക്കെ ഇത് നമ്മുടെ ഇപ്പോഴത്തെ വാട്സപ്പ് പോലെയായിട്ട് ChatGPTയോ ജെമിനിയോ ഒക്കെ മാറാനായിട്ട് അധികം സമയമൊന്നുമില്ല. ഓക്കെ. അപ്പോൾ ഇത് തോന്നുന്നു പ്രൊഫഷണലി യങ്സ്റ്റേഴ്സിന് എല്ലാവർക്കും സിമിലർ ആയിരിക്കും, ഇപ്പോൾ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഒരു സീനിയർ ആയിട്ടുള്ള പ്രൊഫഷണൽക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ഡേ ടു ഡേ വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ എങ്ങനെ, സീനിയർ സിറ്റിസൺസിനൊക്കെ എങ്ങനെയായിരിക്കും ഈ ഹെൽപ്ഫുൾ? അല്ല, അതാ ഞാൻ പറഞ്ഞു വന്നത്. അതായത് നേരത്തെ ഒരു ടൈം ഫ്രെയിം കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഒരു ഇന്നെവിറ്റബിൾ പാർട്ടായിട്ട് മാറും എന്ന് പറയാം. ഇപ്പോൾ ഈ AI ടൂളുകൾ എന്ന് പറയുന്നത് എങ്ങനെയാണോ വാട്സപ്പ് എല്ലാവരും യൂസ് ചെയ്ത് തുടങ്ങിയത്, പ്രത്യേകിച്ച് ഒരു പ്രായഭേദമന്യേ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോൾ ഒരു 3 വയസ്സായ അല്ലെങ്കിൽ 4 വയസ്സായ ഒരു കുട്ടി മുതൽ 100 വയസ്സായ അല്ലെങ്കിൽ അത്രയും ആ ഒരു റേഞ്ചിൽ അത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം യൂസബിലിറ്റി അതിനുണ്ടെന്ന് അർത്ഥം. അപ്പോൾ അതേപോലെ തന്നെ ഇതുപോലുള്ള ടൂളുകളുണ്ടല്ലോ, ആളുകൾ യൂസ് ചെയ്ത് തുടങ്ങും കുറച്ചാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ. സീനിയേഴ്സും ഇതിലേക്ക് വരും. അത് ഇന്നോവേറ്റബിളി അത് വരും എന്നർത്ഥം. സീനിയർ പ്രൊഫഷണൽസ് ചിലപ്പോൾ പറയുന്നുണ്ടായിരിക്കും, ഇപ്പോൾ നാളെ ഒരു സെമിനാറിൽ ഇപ്പോൾ AI യൂസ് ചെയ്യേണ്ടതില്ല എന്നൊക്കെ ഉള്ള ചില സീനിയർ ആയിട്ടുള്ള ചില
ഇവൻ ചാർട്ടേഡ് അക്കൗണ്ട്സ് ഒക്കെ ഓ. അങ്ങനെ പറയുകയുണ്ടായി. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ച് നാൾ കഴിയുമ്പോൾ അവരും അത് യൂസ് യൂസ് ചെയ്യേണ്ടി ചെയ്ത് വരും. തുടങ്ങും അതെ. എന്നർത്ഥം. ഇപ്പോൾ അതായത് ഇപ്പോൾ ഇൻകം ടാക്സ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉം. പറഞ്ഞതാണ്. അപ്പം പിന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ 1961 ആക്ട് ഉണ്ട്, ഇപ്പോൾ 2025 ആക്ട് വന്നു. ഉം. അപ്പോൾ ഇപ്പോൾ ഒരു സീനിയർ പ്രൊഫഷണൽ പറഞ്ഞു വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നും മാറിയിട്ടില്ല. 1961 തന്നെയാണ് എന്ത് അപ്പുറത്തെ സൈഡിൽ 2025 ആക്ട് അതെ. ഉള്ളത്. വേറെ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ സംഭവം ശരിയായിരിക്കാം, വേറെ ചേഞ്ചസ് ഒന്നും വന്നിട്ടുണ്ടായിരിക്കില്ല. പക്ഷെ നമുക്ക് പെട്ടെന്ന് ഒരൊറ്റ ക്ലിക്കിൽ ഈ 1961 ഇപ്പോൾ സെക്ഷൻ 148 ഇപ്പുറത്തെ സൈഡിൽ ഇത് ഏതാണ് സെക്ഷൻ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വളരെ സെക്കൻഡ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഒരു സെക്ഷൻ വൈസ് കമ്പാരിസൺ, ഒരു അനാലിസിസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓക്കെ. AI വെച്ച് നടത്താൻ പറ്റും. നമ്മൾ മാനുവലായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 ബുക്കും തുറന്ന് വെച്ചിട്ട് compare ഇത് ചെയ്യണം. കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രയോ മണിക്കൂറുകളോളം എടുക്കും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അത് ഇങ്ങനെ പതുക്കെ അത് എല്ലാവരിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ്. ഇപ്പൊ ഈയിടെ കടന്നുവരവോടെയുള്ള ആൾക്കൊരു ഡൗട്ടാണ് അല്ലെങ്കിൽ മിസ്കൺസെപ്ഷൻ ആണ് അവരുടെ ജോബ് പോകുമോ, അല്ലെങ്കിൽ ഇപ്പൊ AI യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ എന്താ പറയുക, നമ്മൾ ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി നമ്മൾ ഹ്യൂമൻലി നടക്കുന്നില്ല, നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെയാണ് പലരുടെയും ഒരു ധാരണ. അപ്പോൾ AI യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് 100% ഒരു അക്യുറസി ഡാറ്റയിൽ, അല്ലെങ്കിൽ ഒരു എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു AI കുറിച്ചുള്ളൊരു മിസ്കൺസെപ്ഷൻ എന്ന് പറയുന്നത് അതിൽ 1-2 കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടുള്ളതേ. പക്ഷേ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു കത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാമല്ലോ. നമുക്ക് പോസിറ്റീവ്ലി യൂസ് ചെയ്യാം, നെഗറ്റീവ്ലി യൂസ് ചെയ്യാം. അതേപോലെ തന്നെയാണത് വരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇപ്പോൾ ഒരു ചെറിയ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ആളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പോസിറ്റീവ് ആംഗിളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ചോദ്യം ചോദിക്കുന്നു. ഇപ്പോൾ ഒരു ഡൊമൈൻ നോളേജ് ഉള്ള ഒരാളാണെന്ന് വിചാരിക്കും. ഇപ്പോൾ ഇൻകം ടാക്സ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളൊരു ചോദ്യം ചോദിക്കുന്നു. അപ്പോൾ ഒരു അത്രയധികം ഇൻപുട്ടുകളാണ് തരുന്നത്. അപ്പോൾ നമുക്ക് വേറെ സംശയങ്ങളുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അടുത്ത ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അവിടെ നമ്മുടെ ഒരു ബ്രെയിനിൻ്റെ കപ്പാസിറ്റി കൂട്ടി വരികയാണെന്ന് അർത്ഥം. നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ചോദിക്കാനുള്ള അവസരങ്ങൾ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ആംഗിളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇനി വേറൊരു ആംഗിളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും ചിന്തിക്കാതെ, നമുക്ക് ഇപ്പോൾ ഒരു ഇൻകം ടാക്സിൻ്റെ നോട്ടീസ് വന്നു, നമ്മൾ ഒന്നും ചിന്തിക്കാതെ ഈ നോട്ടീസ് അങ്ങ് ഇട്ട് കൊടുത്ത് റിപ്ലൈ അടിക്കാൻ പറയുമ്പോൾ അത് നേരത്തെ പറഞ്ഞ ഒരു സാഹചര്യത്തിലേക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്. നമ്മുടെ തലയൊന്നും നമുക്കൊരു നോട്ടീസ് കാണുമ്പോൾ നമുക്കറിയാലോ നമ്മളുടേതായ ചാറ്റ് GPT അല്ലെങ്കിൽ മീ GPT എന്ന് പറയാം. അതായത് നമ്മുടെ തലയിൽ GPT ഉണ്ട്. അപ്പം നമ്മൾ അത് വർക്ക് ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ ഒരു പ്രോംപ്റ്റ് കൊടുക്കുകയാണെന്ന് വിചാരിക്കും. അപ്പം നമുക്കൊരു നോട്ടീസ് കാണുമ്പോൾ നമുക്കറിയാം, ഓക്കെ ഇതിൽ തന്നെ പ്രശ്നങ്ങളുണ്ട്, എന്നിട്ട് അനലൈസ് ചെയ്തിട്ട് ഞാൻ കാണാത്ത വേറെ ഏതെങ്കിലും പ്രശ്നം കൂടി ഉണ്ടോ എന്ന് നോക്കാൻ പറയുന്നിടത്ത് എന്തുണ്ട്, അവിടെ ഒരു പ്രോഗ്രസീവായിട്ടാണ് AI വർക്ക് ചെയ്യുന്നത്. ഒന്നും നോക്കാതെ ബ്ലാങ്ക് ആയിട്ട് നോട്ടീസ് അപ്ലോഡ് ചെയ്തിട്ട് ഇതിന് റിപ്ലൈ തരൂ എന്ന് പറയുന്നത് അത് ചിലപ്പോൾ നമ്മുടെ ബ്രെയിനിനെ എഫക്റ്റ് ചെയ്യാനായിട്ട്, അങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. നമ്മൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കാര്യങ്ങൾ ഡീൽ ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ AI ആയിട്ട് റിലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ഇൻട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ബ്രെയിൻ പതുക്കെ ഒരു ഡള്ളാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ പോസിറ്റീവ്ലി യൂസ് ചെയ്യാം. ഓക്കെ. പിന്നെ ഒരു ഡൗട്ടുള്ളത്, ഈ AI-യുടെ ഒരു എങ്ങനെയൊക്കെ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഒരു കോസ്റ്റ്ലി ലാപ്ടോപ്പോ അല്ലെങ്കിൽ സിസ്റ്റം അങ്ങനെ വേണമെന്നുണ്ടോ ഇതിനെക്കുറിച്ച്? അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് പല ആൾക്കാരുടെയും സംശയമാണ്. അങ്ങനെ അത്ര വലിയ കോസ്റ്റ്ലി ലാപ്ടോപ്പും ഡെസ്ക്ടോപ്പും അല്ലാന്നുണ്ടെങ്കിൽ പവർഫുൾ സംഭവങ്ങളൊന്നും വേണമെന്നൊന്നുമില്ല. ഇത് പല ആളുകളും നമ്മൾ വിചാരിക്കും ജനറലി ഇപ്പോൾ ഈ യൂസ് ചെയ്യുന്ന ആളുകൾ വിചാരിക്കും ജനറലി ഇതെല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. പക്ഷെ ഞാൻ തന്നെ പല സ്ഥലത്തും ഇപ്പോൾ വർക്ക്ഷോപ്പൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് പോകുമ്പോഴാണ് അറിയണത് പലരും ഇപ്പോൾ ഫോണിൽ അല്ലെങ്കിൽ ഇപ്പോൾ ചാറ്റ് GPT യൂസ് ചെയ്യാത്ത, അല്ലെങ്കിൽ ഇപ്പോൾ ജെമിനി യൂസ് ചെയ്യാത്ത, ഇങ്ങനെയുള്ളൊരു പ്ലാറ്റ്ഫോമുകൾ ഉണ്ട് എന്ന് തന്നെ അറിയാത്ത ഒരുപാട് ആളുകൾ നമുക്ക് ഇടയിൽ ജീവിക്കുന്നുണ്ട്. അപ്പോൾ അവരിലേക്കും കൂടി ഇത് എത്തുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫ് കുറച്ചും കൂടി ഈസി ആവാനായിട്ട് സാധ്യതയുണ്ടെന്ന് അർത്ഥം. അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മൾ വലിയ ഭയങ്കര കാര്യങ്ങൾ ചെയ്യുന്നതിലുപരി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ വാട്സപ്പ് എങ്ങനെയാണോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെയാണോ നമ്മുടെ കമ്മ്യൂണിക്കേഷനെ ഈസി ആക്കിയത്, അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ വാട്സപ്പിനെക്കാട്ടും ഒരു 100 times കാര്യങ്ങൾ ഈസി ആക്കാനായിട്ട്, നമ്മുടെ ലൈഫിൽ ഈസി ആക്കാനായിട്ട് ഇതുപോലുള്ള ടൂളുകൾക്ക് കഴിയും. അപ്പോൾ ഇത് ഒരുപാട് ആളുകളിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇതിലൊരു ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ നമ്മളിത് ഇൻകം ടാക്സിൻ്റെ റിപ്പോർട്ടോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ടാസ്കുകൾ അസൈൻ ചെയ്യുമ്പോൾ, നമ്മുടെ വർക്കിന് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകളൊക്കെ അസൈൻ ചെയ്യുമ്പോൾ, അപ്പോൾ അതിൻ്റെ ഒരു ഡാറ്റ കളക്ട് ചെയ്തിട്ട് അതിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും? റിലയബിൾ ആണോ 100%, അല്ലെങ്കിൽ തെറ്റുകൾ വരാനുള്ള ചാൻസസ് എങ്ങനെയൊക്കെയാണ്? ഇപ്പോൾ
പലരും ചോദിക്കുന്ന ഒരു, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്. ഇപ്പോൾ നമ്മൾ AI യൂസ് ചെയ്യുന്നു, നമ്മളൊരു റിപ്ലൈ ഡ്രാഫ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളൊരു റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഒരു തെറ്റ് വരാനായിട്ടുള്ളൊരു സാധ്യത ഉണ്ടോ എന്നുള്ളത്. ഇത് സാധാരണ AI ഫീൽഡിൽ ഒരു ഹാലൂസിനേഷൻ എന്നാ പറയുക ഇതിനെ. അതായത് ഇതിന് മുമ്പ്, കുറച്ചാൾ മുമ്പ് എനിക്ക് പേപ്പറിൽ വായിച്ച ഒരു സംഭവമാണ്. ഒരു കോടതിയിൽ ജഡ്ജ് ഒരു കേസ് ലോ ഒക്കെ വെച്ചിട്ട് ഒരു വിധിന്യായം പറയുന്നു. അവസാനം കുറേ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് AI ജനറേറ്റ് ചെയ്തിട്ടുള്ള കേസ് ലോ ആയിരുന്നു. ആക്ച്വലി അങ്ങനെ ഒരു കേസ് ലോ ഇല്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് വിധി തന്നെ ക്യാൻസലായിട്ട് പോകുന്നു, വോയിഡായിട്ട് പോകുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ മുൻപ് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോഴും അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് പ്രത്യേകിച്ച് നമ്മൾ കുറച്ചും കൂടി ഒരു ഒരു ക്രിയേറ്റിവിറ്റി കൂടുതൽ നമുക്ക് പല കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇപ്പോൾ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ക്രിയേറ്റിവിറ്റി നമ്മളിപ്പോൾ കൂടുതലായിട്ടാണ് നമ്മൾ AI പ്ലാറ്റ്ഫോമിൻ്റെ അടുത്ത് പറയുകയാണ് നമുക്ക് ക്രിയേറ്റിവിറ്റി. നമ്മളിപ്പോൾ ഒരു കഥ എഴുതാൻ പോവുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ ക്രിയേറ്റിവിറ്റി എന്നുള്ളൊരു ഇതെന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു സെറ്റിങ്സ് കുറച്ച് കൂട്ടി വെച്ചിട്ട് ആണ് നമ്മൾ എന്ത് ചെയ്തിട്ട് കഥ എഴുതാനായിട്ട് ചെയ്യേണ്ടത്. പക്ഷെ നമ്മളൊരു ഇൻകം ടാക്സ് റിപ്ലൈ കൊടുക്കുമ്പോൾ ക്രിയേറ്റിവിറ്റി കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇല്ലാത്ത കേസ് ലോസ് ഒക്കെ ചിലപ്പോൾ AI ഉണ്ടാക്കി തരും. അപ്പോൾ നമ്മളെങ്ങനെ അത് പഠിക്കുന്നു, നമ്മളെങ്ങനെ അത് പ്രയോഗിക്കുന്നു എന്നനുസരിച്ചിരിക്കും. ചില സാഹചര്യങ്ങളിൽ ഈവൻ ക്രിയേറ്റിവിറ്റി 0 നമ്മൾ സെറ്റ് ചെയ്താൽ പോലും ചിലപ്പോൾ ഇല്ലാത്ത കേസ് ലോസ് ഒക്കെ ആൾ അടിച്ചു തരും. എന്നിരുന്നാൽ പോലും നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കംപ്ലീറ്റ്ലി അതിനെ റിലേ ചെയ്യാതെ നമ്മൾ വേറൊരു പോസിറ്റീവ് ആംഗിളിൽ ആലോചിക്കാം. നമുക്ക് ഒരുപാട് സമയം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇന്ന കാര്യങ്ങളൊക്കെ തന്നു. ഇപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ റെഫർ ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ ഈ സർക്കുലർ റെഫർ ചെയ്യും എന്നൊക്കെ പറഞ്ഞു. ഇപ്പം നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ തലയെടുത്തിട്ട് ആ നോട്ടിഫിക്കേഷൻ സർക്കുലറും ഇതായിട്ട് ബന്ധപ്പെട്ടാണോ ഉള്ളത് എന്നും കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്യുക. അതിന് നമുക്ക് വേറെ പ്ലാറ്റ്ഫോമിൽ യൂസ് ചെയ്യാം. ChatGPT തരുന്ന ഇൻപുട്ട് കറക്റ്റ് ആണെന്ന് വേണമെങ്കിൽ ജെമിനൈയുടെ അടുത്ത് ചോദിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വേറെ പെർപ്ലക്സിറ്റിയുടെ അടുത്ത് ചോദിക്കാം. അപ്പോൾ അങ്ങനെയും കൂടി നമുക്ക് അതിൽ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുക. അപ്പോൾ കംപ്ലീറ്റ്ലി നമ്മളുടെ തല ഫ്രീസറിൽ വെച്ചിട്ട് AI ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. നമുക്ക് കിട്ടുന്ന റിസൾട്ടുകൾ റിലയബിൾ ആണോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ തന്നെ എന്ത് ചെയ്യുക, ഒന്ന് അനലൈസ് ചെയ്തിട്ട് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് കിട്ടുന്ന ഒരു ഫസ്റ്റ് ഔട്ട്പുട്ട് ഉണ്ടല്ലോ. അതായത് നമുക്ക് കിട്ടുന്ന ഒരു ഫസ്റ്റ് ഔട്ട്പുട്ട് അത് വളരെ സ്പീഡ് ആൻഡ് ക്വാളിറ്റി നമുക്ക് കിട്ടുന്നു. അപ്പോൾ സ്പീഡിൽ കിട്ടിക്കഴിഞ്ഞു, ഇനി ആ ക്വാളിറ്റി കറക്റ്റ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. ക്വാളിറ്റിയും കൂടിയും കറക്റ്റ് ആണെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല. ആ ഒരു ലെവലിൽ നമുക്കത് റിലേ ചെയ്തിട്ട് പോവാം. അപ്പോൾ നമ്മുടെ AI അടുത്ത് ഒരു ഡാറ്റ കൊടുത്ത് ഇൻപുട്ട് കൊടുത്തു, ഔട്ട്പുട്ട് കിട്ടി, പെട്ടെന്ന് തന്നെ കിട്ടുന്നുണ്ട് ആക്യുറേറ്റ്ലി. അപ്പോൾ അത് കിട്ടുമ്പോൾ സ്പീഡ് കിട്ടിയതുകൊണ്ടുള്ള ഒരു ആ റിപ്ലൈ അല്ലെങ്കിൽ ഒരു ഡാറ്റ, നമുക്ക് കിട്ടുന്ന ഒരു ഡാറ്റ അത് തെറ്റാണെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആരുടേതായിരിക്കും? ആക്ച്വലി AI-യുടെ അടുത്ത് നമുക്കൊന്നും പറയാനായിട്ട് പറ്റില്ല. ആക്ച്വലി നമ്മളെ അസിസ്റ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളുകൾ നമ്മൾ അസിസ്റ്റ് ചെയ്യുന്നു. അതിൻ്റെ ഒരു 100% റെസ്പോൺസിബിലിറ്റി യൂസർ തന്നെയാണ്. അത് ആരാണോ യൂസ് ചെയ്യുന്നത് ആൾ നോക്കണം എന്നർത്ഥം. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ഇൻകം ടാക്സ് ഓഫീസറുടെ അടുത്തോ GST ഓഫീസറുടെ അടുത്തോ ഇത് AI ആണ് ഡ്രാഫ്റ്റ് ചെയ്തതെന്ന് പറയാനായിട്ട് പറ്റില്ലല്ലോ. നമ്മളൊരു ഇപ്പോൾ AI എന്ന് പറയുന്നത് നമ്മുടെ ഒരു അസിസ്റ്റൻറ്റ് പോലെ. ഇപ്പോൾ നമ്മുടെ ഓഫീസിലൊരു അസിസ്റ്റൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അസിസ്റ്റൻ്റ് ആണത് ഡ്രാഫ്റ്റ് ചെയ്ത് ഞാനതിൽ റെസ്പോൺസിബിൾ അല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതേപോലെ തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരാൾ എന്ന് കൂട്ടിയാൽ മതി. പല ആളുകൾക്കും ഒരു പ്രശ്നം വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് AI നമ്മുടെ മാസ്റ്റർ അല്ല എന്ന് വിചാരിക്കാം. AI നമ്മുടെ അസിസ്റ്റൻ്റ് ആയിട്ട് കാണാം. അസിസ്റ്റൻ്റ് തെറ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് കാണാം. യൂസർ തന്നെയാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി, 100% റെസ്പോൺസിബിലിറ്റി. അപ്പോൾ AI-യുടെ ഒരു പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ എല്ലാവർക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, മോസ്റ്റ് പ്രോബബ്ലി അഡോപ്റ്റ് ചെയ്യാനുള്ള ഒരു ഇത് വരുന്നുണ്ടാവും. അതായത് ഇത്ര പെട്ടെന്ന് ഡാറ്റ കിട്ടുന്നു, അല്ലെങ്കിൽ പ്രോസസ്സിങ് അക്യുറേറ്റ് ഡാറ്റ പ്രോസസ്സിങ്, അതുപോലെ തന്നെ സ്പീഡി കാര്യങ്ങളൊക്കെ ടാസ്കൊക്കെ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ബിഗിനറിനെ സംബന്ധിച്ച് സ്റ്റാർട്ടിങ് തുടങ്ങുകയാണ്, അതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയുള്ളൂ, അല്ലെങ്കിൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു എങ്ങനെയായിരിക്കും ബിൽഡിങ് വരുന്നത്? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്, നമുക്ക് പഠിച്ചു തുടങ്ങാനായിട്ട് ബെസ്റ്റ് ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്. ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ട് കയറി തുടങ്ങാം എന്നുള്ളതാണ്. ഇപ്പോൾ ChatGPT അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഒരു കോമൺലി പോപ്പുലർ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളുണ്ടല്ലോ. ഇപ്പോൾ ChatGPT അല്ലാന്നുണ്ടെങ്കിൽ ജെമിനൈ പോലെയുള്ള പ്ലാറ്റ്ഫോമുകളുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ പെർപ്ലക്സിറ്റി, കുറച്ചും കൂടി അത്ര പോപ്പുലർ അല്ലാത്ത ഇതുകളൊക്കെയാണെന്നുണ്ടെങ്കിൽ പെർപ്ലക്സിറ്റി ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ക്ലോഡ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളുണ്ട്, ഗ്രോക്ക് ഉണ്ട്, ഡീപ് സീക്ക് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഇപ്പുറത്തുണ്ട്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ കൊടുക്കും. അത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളൊരു പ്രോംപ്റ്റ് കൊടുക്കുന്നു, നമുക്ക്
റിപ്ലൈ വരുന്നു. പക്ഷേ ഏതൊക്കെ തരത്തിൽ നമുക്കത് ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മളൊരു പിന്നെ നമ്മൾ യൂസ് ചെയ്ത് വരുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. പക്ഷേ നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനെപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, ഇപ്പോൾ AI എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ കയ്യിലുള്ള ഒരു ക്ലേ പോലെയാണ്. ഇപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഒരു ഓടക്കുഴലുണ്ടല്ലോ, നമ്മൾ ജസ്റ്റ് ഓടക്കുഴൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു മുളം തണ്ടിൽ കുറച്ച് ഹോളുകളേ ഉള്ളൂ. ഇപ്പോൾ അത് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ഓടക്കുഴൽ വായിക്കാൻ പറ്റില്ലല്ലോ, എല്ലാവരുടെ കയ്യിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ വായിക്കാൻ പറ്റില്ല. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇപ്പോൾ ചില ആളുകൾ വളരെ വണ്ടർഫുള്ളായിട്ടുള്ള മ്യൂസിക് അതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യണ പോലെ തന്നെയാണ് AI പ്ലാറ്റ്ഫോമുകൾ. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ വേറൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ChatGPT, നമ്മുടെ ഫോണിലൊരു ChatGPT ഉണ്ട്. ഇതിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ അക്കൗണ്ടൻ്റ് ആയിട്ട് മാറ്റാം. വളരെ സിമ്പിളാണ്. അതായത് ഇപ്പോൾ നമുക്ക് ChatGPTയിൽ ഒരു വോയിസ് ടൂൾ ഉണ്ട്. നമുക്ക് വരുന്ന ഓരോ എക്സ്പെൻസും, ഇപ്പം എനിക്കൊരു ട്രാവലിംഗ് എക്സ്പെൻസ് വന്നു, ഞാൻ ജസ്റ്റ് ആ വോയിസ് ടൂൾ എടുത്തിട്ട് നമ്മളൊരു ചാറ്റ് ഹാൻഡിൽ എനിക്കൊരു 200 റുപ്പീസ് ഇതുപോലെ എക്സ്പെൻസ് വന്നു എന്നൊരു വോയിസ് കൊടുക്കുക. ഇതേപോലെ നമുക്ക് വരുന്ന ഒരു മാസത്തിൽ വരുന്ന എല്ലാ എക്സ്പെൻസസും നമ്മൾ റെക്കോർഡ് ചെയ്തെന്ന് വിചാരിക്കും. ഒന്നുകിൽ ഐദർ ടൈപ്പിംഗ് അല്ലാന്നുണ്ടെങ്കിൽ വോയിസ് ആയിട്ട് നമ്മൾ കൊടുത്തു എന്ന് വിചാരിക്കും. മന്ത് എൻഡിൽ നമ്മുടെ ടോട്ടൽ എക്സ്പെൻസ് എത്രയാണ്, നമ്മുടെ ആ എക്സ്പെൻസ് ഒന്ന് അനലൈസ് ചെയ്യൂ, ഇതിന് ബേസ് ചെയ്തുകൊണ്ട് ഒരു ക്യാഷ് ബുക്ക് ഉണ്ടാക്കൂ, ഒരു P&L ഉണ്ടാക്കൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ChatGPT തന്നെ ഒരൊറ്റ ചാറ്റിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നർത്ഥം. അപ്പോൾ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നതനുസരിച്ചിരിക്കും അത്. ഒരു പേഴ്സണൽ അക്കൗണ്ടന്റായി മാറുന്നുണ്ടല്ലേ, എന്ത് വേണമെങ്കിലും ആക്കാൻ അർത്ഥം. നമ്മളുടെ അടുത്ത് ഒരു ജിം ട്രെയിനർ ആയിട്ട് നമുക്ക് ഇതിന് മാറ്റണോ, അപ്പോൾ നമ്മൾ പറയുന്നത് എൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെയാണുള്ളത്, ഓക്കെ എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AI എന്തായിട്ട് മാറി, ഒരു ജിം ട്രെയിനറായിട്ട് മാറി. അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മളുടെ കയ്യിലാണ് ഇരിക്കുന്നത്, നമ്മളുടെ പ്രോംപ്റ്റിലാണ് ഇരിക്കുന്നത് കാര്യങ്ങൾ. നമ്മളിതിനെ എങ്ങനെ മെരുക്കിയെടുക്കുന്നു. അപ്പോൾ കളിമണ്ണ് എല്ലാവരുടെ കയ്യിലുണ്ട്, പക്ഷേ മനോഹരമായിട്ടുള്ള ശില്പങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് കഴിവുള്ള ആളുകൾ മാത്രമാണ്. ഇപ്പോൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് യൂസറുടെ കയ്യിലുള്ള ഒരു കാര്യമാണത്. അപ്പോൾ ഇതുപോലെ AI പഠിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകൾക്കുണ്ടല്ലോ, അതായത് ഇപ്പോൾ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. അപ്പോൾ ഇതിൽ ബേസിക്കലി ഒരു പ്രോംപ്റ്റ് എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു സ്കില്ലാണത്. അപ്പോൾ എന്തൊക്കെ പ്ലാറ്റ്ഫോമുകളൊക്കെയാണ് ഉള്ളത്, എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം, നമുക്ക് നമ്മുടെ ഒരു ഡെയിലി ലൈഫിലുണ്ടല്ലോ, ഡെയിലി ലൈഫിൽ എങ്ങനെ AI വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും, ഒരു വർക്കിൽ ഇപ്പോൾ നമ്മുടെ ഒരു പ്രൊഫഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നമ്മൾ തന്നെ ഒരു കോഴ്സ്, ഒരു ബേസിക് കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനതിൻ്റെ ലിങ്ക് നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കൊടുക്കാം. നമ്മൾ 2 കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മളുടെ ഒരു അക്കൗണ്ടിങ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫിനാൻസ് ആംഗിളിലുള്ള കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമുക്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ തന്നെ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് നമ്മൾ പിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള ആളുകൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. അതെ, പലപ്പോഴും പലർക്കുള്ളൊരു ഇതാണ്, എന്താ പറയുക, ഒരു പരാതിയാണ് ഇങ്ങനെ AI കുറിച്ച്. ChatGPT യൂസ് ചെയ്യുന്നുണ്ട്, അവരുടെ ഒരു പ്രോംപ്റ്റ് വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പ്രോംപ്റ്റ് കൊടുത്തിട്ട് അവർ ഉദ്ദേശിക്കുന്ന മോഡലിൽ വർക്ക് ചെയ്യുന്നില്ല, സെറ്റ് ചെയ്യുന്നില്ല എന്നൊരു പരാതി എപ്പോഴും ഉണ്ട്. അപ്പോൾ അത് എങ്ങനെയായിരിക്കും ബിൽഡറെ സംബന്ധിച്ച്, സ്റ്റാർട്ടിംഗ് പോയിന്റ് ബിഗിനറിനെ സംബന്ധിച്ച് കടന്നു വരുന്നതായിരിക്കും? അതായത് ഇതിൽ AI ഏത് പ്ലാറ്റ്ഫോം ആണെങ്കിൽ പോലും ഇതിൽ ഒരു കീ എലമെന്റ് എന്ന് പറയുന്നത് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ആണ്. നമുക്ക് നമ്മളൊരു പ്ലാറ്റ്ഫോമിൻ്റെ അടുത്താണ് സംസാരിക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഗോഡ്വിൻ്റെ അടുത്ത് സംസാരിക്കുന്നു, ഞാൻ ചൈനീസാണ് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഗോഡ്വിന് ചൈനീസ് അറിയില്ല, അത് എനിക്കും ചൈനീസ് അറിയില്ല, നമുക്ക് രണ്ടുപേർക്കും അറിയില്ല. പക്ഷേ ഒരു ചൈനക്കാരനെ പിടിച്ച് ഇപ്പുറത്ത് ഇരുത്തിയിട്ട് ആൾ ചൈനീസിലാണ് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, അപ്പുറത്തിരിക്കുന്ന ആൾക്ക് മനസ്സിലാവില്ല. എക്സാക്ട്ലി ഇത് തന്നെയാണ് പ്രോംപ്റ്റിംഗ് എന്ന് പറയുന്നത്. നമുക്കൊരു കാര്യം അറിയാം, നമ്മൾ ആ കാര്യം അറിയുന്നത് പോലെ എന്ത് ചെയ്യുന്നു, അപ്പുറത്തുള്ള ആളുടെ അടുത്ത് സംസാരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത് അത് അപ്പുറത്തിരിക്കുന്ന ആൾക്ക്, അതായത് പ്ലാറ്റ്ഫോമിന് പിടികിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടും. ഇത് പിടികിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു മോശം റിസൾട്ട് ആയിരിക്കും കിട്ടും. ഇത്രയേ ഉള്ളൂ കഥ. അപ്പോൾ ഈ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിലാണ് ഇതിൻ്റെ എല്ലാ സ്കിൽ അല്ലെങ്കിൽ എല്ലാ മാജിക്കും ഇരിക്കുന്നത്. അപ്പോൾ അത് ലേൺ ചെയ്യാൻ നമുക്ക് നമ്മുടെ ഈ കോഴ്സായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ഈ കോഴ്സിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ ബേസിക് കോഴ്സിൽ ഈ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്താണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് അത്യാവശ്യം ഒരു സീരിയസ് ആയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇതുവരെ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ജനറലി അതിനെ കുറിച്ചുള്ളത് കവർ ചെയ്തു. അപ്പോൾ ഇനി പ്രൊഫഷണൽസ് അല്ലെങ്കിൽ ലോ കംപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക്, അക്കൗണ്ടൻസ്, അതുപോലെ തന്നെ ടാക്സ് പ്രാക്ടീഷൻസ്, അതുപോലെയുള്ള അഡ്വക്കേറ്റ്സ്, അങ്ങനെയുള്ളവർക്കൊക്കെ എങ്ങനെയായിരിക്കും ഈ ഒരു ഇത് വരുന്നത്?
നമുക്ക് നമുക്ക് കുറച്ചും കൂടി ഒരു അഡ്വാൻസ്ഡ് ലെവലിലേക്ക് കിടക്കണം. ഇതുവരെ നമ്മളിപ്പോൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതെ. എന്താണ് ജനറലി എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ ലൈഫിനെ എഫക്ട് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതെ. അപ്പോൾ ഇനി നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ആസ് എൻ അക്കൗണ്ടന്റ് അല്ലാന്നുണ്ടെങ്കിൽ ആസ് എ ഫിനാൻസ് പ്രൊഫഷണൽ എങ്ങനെ AI യൂസ് ചെയ്യാനായിട്ട് പറ്റും, അതായത് എന്തൊക്കെയാണ് നമുക്ക് നേരത്തെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്ങനെ എത്ര സ്പീഡിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. അതെ. അപ്പോൾ ഇനി നമുക്ക് ഓരോ ഇൻഡിവിജ്വൽ കേസസ് ആയിട്ട് നമുക്ക് എങ്ങനെയാണ് AI വെച്ചിട്ട് ഒരു അക്കൗണ്ടന്റിന് അല്ലെങ്കിൽ ഒരു ടാക്സ് പ്രാക്ടീഷണർക്ക് എങ്ങനെ അദ്ദേഹത്തിൻ്റെ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും, അല്ലെങ്കിൽ എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും, AI ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് ഇനി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ പ്രൊഫഷണൽസിൻ്റെ ഒരു മേ ബി ഒരു ഓഫീസൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരുടെ ഒരു ഓഫീസ് സ്ട്രക്ചറിൽ ഇപ്പോൾ നമുക്ക് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ കംപ്ലയിൻസ് ഒക്കെ നമുക്ക് മേ ബി ഒരു ലീഗൽ ഫോർമാലിറ്റീസും എല്ലാം ഒരു വർക്ക് നേച്ചറായിട്ട് ഇപ്പോൾ AI കൊണ്ട് ഓട്ടോമേഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്രത്തോളം സമയം സേവ് ചെയ്യാൻ പറ്റും? നമ്മളുടെ ഒരു ഓഫീസ് സെറ്റപ്പായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടല്ലോ, ഒരു അക്കൗണ്ടൻസ് ഓഫീസ് അല്ലെങ്കിൽ ചാർട്ടർ അക്കൗണ്ട്സ് ഓഫീസ് അല്ലെങ്കിൽ ഒരു ജനറൽ ഒരു ഓഫീസ് പർപ്പസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഒരുപാട് ഡേ ടു ഡേ കാര്യങ്ങളിൽ വരുന്നത് ചിലപ്പോൾ നമുക്കിപ്പോൾ ഒരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യേണ്ടായിരിക്കും, അല്ലെങ്കിൽ വലിയൊരു ഡോക്യുമെൻ്റ് വായിച്ചിട്ട് ഇതിനെ സമ്മറൈസ് ചെയ്യാനായിട്ടുണ്ടായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇതിനെ അനലൈസ് ചെയ്യാനായിട്ടുണ്ടായിരിക്കാം. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അത് നമ്മൾ സാധാരണ ഒരു ട്രഡീഷണൽ റൂട്ടിൽ എടുക്കുന്ന കാര്യങ്ങൾ, ട്രഡീഷണൽ റൂട്ടിൽ നമ്മൾ ചെയ്യണമെന്ന് ഒരുപാട് സമയം വരും. നമ്മളിപ്പോൾ ഒരു ലെറ്റർ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കൊരു കേസിലൂടെ ഒരു വിധി വന്നു എന്ന് വിചാരിക്കും, ഒരു ഓർഡർ വന്നു. പക്ഷേ ചിലപ്പോൾ ഒരു 50 പേജ് ഉണ്ടായിരിക്കും ഈ ഒരു ഓർഡർ തന്നെ, ഒരു കേസിലോൻ്റെ ഓർഡർ. അപ്പോൾ നമ്മളിത് മുഴുവൻ വായിച്ച് നമുക്കിത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം എടുക്കും എന്നർത്ഥം. അല്ലെങ്കിൽ ഇതായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്കിപ്പോൾ ബഡ്ജറ്റിൻ്റെ വീഡിയോ ഏകദേശം ഒരു മണിക്കൂർ ഉണ്ടാവും. ഇപ്പോൾ നിർമ്മലാ സീതാരാമൻ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്ററുടെ വീഡിയോ, അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ ഇട്ട് കൊടുത്തുകൊണ്ട് ഇതിൽ ഡയറക്റ്റ് ടാക്സ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെയാണ് സംസാരിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ജെമിനൈ പോലെയുള്ള ടൂളുകൾ, പ്രത്യേകിച്ച് യൂട്യൂബൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് ജെമിനൈയിലാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ലിങ്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയറക്റ്റ് ടാക്സ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഒരു 5 സെൻറ്റൻസ് ആയിട്ട് പറഞ്ഞുതരാൻ പറഞ്ഞാൽ ഈ 5 സെൻറ്റൻസിൽ നമുക്ക് പറഞ്ഞുതരാൻ പറ്റും. നമ്മൾ ഒരു മണിക്കൂർ മുഴുവൻ ഈ വീഡിയോ കാണണം എന്നില്ല എന്നർത്ഥം. ഈവൻ എക്സാക്ട്ലി ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു 12 lakhs ഇത് വരുന്നുണ്ട്, നമുക്കിപ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ 12 lakhs വരെ എക്സംഷൻ വരുന്നുണ്ട്. അപ്പോൾ ആ എക്സംഷൻ ഏത് പോയിന്റിലാണ് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാക്ട്ലി ആ പോയിന്റ് അവർ പറഞ്ഞിരുന്നു. ഓക്കെ, നിങ്ങൾ 35ാമത്തെ മിനിറ്റിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയാണിത് പറയുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെങ്ങനെയാണോ ഇതിന് യൂട്ടിലൈസ് ചെയ്യണത് അതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റിസൾട്ട് കിട്ടും എന്നർത്ഥം. അപ്പോൾ നമ്മൾ പല തരത്തിൽ നമ്മുടെ വർക്കായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏത് തരത്തിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ ആലോചിക്കാം ആദ്യം, എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതല്ല. നമ്മൾ ഓഫീസിൽ ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവൻ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ഇത് AI ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കില്ല. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇവൺ നമുക്കിപ്പോൾ ഒരു അക്കൗണ്ടൻസ് ഓഫീസായിട്ട് ബന്ധപ്പെട്ടിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ട്രയൽ ബാലൻസിൽ നിന്ന് P&L ഉണ്ടാക്കണോ, അത് AI ചെയ്യും. ബാങ്ക് റീകൺസിലിയേഷൻ വേണോ, അത് AI ചെയ്യും. ഇപ്പോൾ GSTR 1 അല്ലെങ്കിൽ 2B അല്ലെങ്കിൽ 2A അല്ലെങ്കിൽ GSTR 1 വേഴ്സസ് 3B റീകൺസിലിയേഷൻ വേണോ, അത് AI കൊണ്ട് ചെയ്യിപ്പിക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ചെക്ക് ചെയ്ത് വരുമ്പോൾ എന്താണ് AIക്ക് ചെയ്യാൻ പറ്റാത്തത് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല, എല്ലാം AIക്ക് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ ഒരു അഡ്വാൻസ് ലെവലിലേക്കൊക്കെ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ, ഞാനത് പറഞ്ഞത് ഒരു ബേസിക് ലെവലിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞത്. ഇനി വലിയൊരു ഓട്ടോമേഷൻ ലെവലിലേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള നമ്മളുടെ കോമറ്റ് എന്നുള്ളൊരു ബ്രൗസറൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ പെർപ്ലക്സിറ്റിയുടെ കോമറ്റ് എന്നുള്ളൊരു ബ്രൗസറൊക്കെ വെച്ചിട്ട് നമ്മളുടെ ഓരോ ഡൊമൈനിലും നമുക്കിത് എങ്ങനെ ഉപയോഗിക്കാം എന്ന് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ കോമറ്റ് ബ്രൗസർ വെച്ചിട്ട് നമുക്ക് ബ്രൗസർ ലെവലിൽ ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കമ്പനി സെക്രട്ടറീസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടേ, അപ്പോൾ അവരുടെ എല്ലാം നമ്മളിപ്പോൾ ബ്രൗസറിലാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ AUC4 അങ്ങനെയൊക്കെയുള്ള ഫോമുകൾ നമ്മൾ ബ്രൗസറിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു ബ്രൗസറിൽ നമ്മളുടെ ഒരു ബാലൻസ് ഷീറ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് അടുത്ത ബ്രൗസറിൽ ഈ ഫോം, ഇപ്പോൾ AUC4 MGT7 ഏത് ഫോം നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഇതിനെ റെഫർ ചെയ്തുകൊണ്ട് ഈ ഫോം ഫില്ല് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ പല ആളുകൾക്കും ഇതൊന്നും അറിയില്ല എന്നർത്ഥം. അപ്പോൾ ഇങ്ങനെ ഞാൻ പറയുന്നത് ഓരോ ലെവലിൽ നമ്മൾ പഠിച്ചു വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓഫീസ് ഓട്ടോമേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടല്ലോ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും.
അപ്പോൾ നമ്മളിത് കൂടുതൽ പഠിച്ചറിഞ്ഞ് വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഒരുപാട് സമയം സേവ് ചെയ്യാനായിട്ട് പറ്റുന്നുള്ളതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. നമുക്ക് നമ്മളുടേതായ കുറേ ഏരിയയിലേക്ക്, നമ്മുടെ കോർ ഏരിയയിലേക്ക് നമ്മൾ ഒരു നേരത്തെ അക്കൗണ്ടൻസിൻ്റെ കേസ് പറഞ്ഞ പോലെ അവരുടെ അനാലിസിസ് അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ കോർ ഏരിയയിലേക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ബിസിനസ് ഗ്രോത്തിൻ്റെ ഏരിയയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടേക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും എന്നർത്ഥം. കാരണം ഇതുപോലുള്ള മാനുവൽ കാര്യങ്ങളൊക്കെ ഒരു ഓട്ടോമേഷനിൽ കൂടെ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ പലർക്കും ഒരു തലവേദനയാണ് ഇതുപോലുള്ള മെയിൽസ് ചെക്കിങ്. നമ്മുടെ ഓഫീസിലാണെങ്കിലും ഇഷ്ടം പോലെ മെയിൽസ് വരുന്നുണ്ട് ബാങ്കിൽ നിന്നും. അതുപോലെ തന്നെ നെസസറി ആയിട്ടോ അല്ലെങ്കിൽ അൺനെസസറി ആയിട്ടുള്ള കുറേ മെയിൽസ് ഉണ്ടാവും, സ്പാംസ് കുറേ ഉണ്ടാവും, ഫോൾഡർ നിറഞ്ഞിരിക്കും ജങ്ക് ഫയൽ പോലെ. അപ്പോൾ അതിനെയൊക്കെ ഇങ്ങനെ ഫിൽട്ടർ ചെയ്തിട്ട് AI കൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, സമ്മറൈസ് ചെയ്യാനോ? ഇപ്പോൾ നമ്മൾ ഗൂഗിളിൽ തന്നെ ഇപ്പോൾ ജെമിനൈ ഇപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ നമ്മളിപ്പോൾ ജിമെയിൽ എടുക്കുകയാണെന്ന് വിചാരിക്കും, ഇപ്പോൾ റൈറ്റ് സൈഡിൽ ടോപ്പിൽ ജെമിനൈയുടെ എംബ്ലം ഉണ്ടായിരിക്കും. ജസ്റ്റ് അവിടെ പോയിട്ട് നമ്മളെന്ത് പറയുന്നു, നമ്മൾ ഒരു പ്രോംപ്റ്റ് കൊടുക്കുന്നു, നമുക്ക് വന്നിരിക്കുന്ന റെലവൻ്റ് അല്ലാത്ത മെയിലുകളൊന്നും ഫിൽട്ടർ ചെയ്ത് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഫിൽട്ടർ ചെയ്ത് തരും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പാം മെയിലുകൾ എന്ത് ചെയ്യണം, ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് അവിടെ പോയിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പുറത്തെ സൈഡിൽ വേറെ കുറച്ച് ഓട്ടോമേഷൻ ടൂളുകളും കൂടി നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ജെമിനയിൽ തന്നെ നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗൂഗിളായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള കാരണം കുറച്ച് ഈസിയാണ്. അതല്ല ഇനി അപ്പുറത്തെ സൈഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കോമറ്റ് ആണെന്ന് വിചാരിക്കും. കോമറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതൊരു ഓട്ടോമേഷൻ്റെ ഭാഗമായിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു അസിസ്റ്റൻറ്റിനെ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ പണികൾ മുഴുവൻ, അതായത് ഇപ്പോൾ നമുക്കൊരാൾക്ക് മെയിൽ അയക്കണം എന്ന് വിചാരിക്കും, നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ കോമറ്റിൽ ഇരുന്നിട്ട് ജസ്റ്റ് ഒരു ഇന്ന ആൾക്ക് മെയിൽ ID കൊടുത്തിട്ട് ഇന്ന സംഭവം ഇന്ന ആൾക്ക് മെയിൽ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് മെയിലും ഡ്രാഫ്റ്റ് ചെയ്ത് മെയിലും അയച്ചിട്ടുണ്ടാവും. നേരെ പറിച്ചപ്പോൾ നമുക്ക് ഒരുപാട് സർക്കുലാർസ്, ഇപ്പോൾ GSTയുടെ ഒരുപാട് സർക്കുലാർസുകളുണ്ട്, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ചിലപ്പോൾ കുറേ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ RBIയുടെ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ സർക്കുലറൊക്കെ വന്നിട്ടുണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ചിലപ്പോൾ ഒരു 50 or 60 നോട്ടിഫിക്കേഷനോ സർക്കുലറോ നമുക്ക് ബൾക്കായിട്ട് ഡൗൺലോഡ് ചെയ്യണം. ഇതൊരാൾ മാനുവലായിട്ടിരുന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം എടുക്കുമല്ലോ. ഇത് ഒരെണ്ണം ഡൗൺലോഡ് ചെയ്ത് അടുത്ത് ഡൗൺലോഡ് ചെയ്ത്. പക്ഷേ ഇതുപോലെയുള്ള ഓട്ടോമേഷൻ, ഇപ്പോൾ നമ്മളിപ്പോൾ കോമറ്റൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രൗസർ ലെവലിൽ നമ്മളൊരു അസിസ്റ്റൻറ്റിനെ വെച്ചിട്ട് നമുക്കൊരു അസിസ്റ്റൻറ്റിനെ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് ഒരൊറ്റ പ്രോംപ്റ്റിൽ ഇന്ന സൈറ്റിൽ പോയി കഴിഞ്ഞിട്ട് ഇന്ന ഡേറ്റ് മുതൽ ഇന്ന ഡേറ്റ് വരെയുള്ള നോട്ടിഫിക്കേഷൻസ് സെർച്ച് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ചെയ്തോളും. നമ്മൾ പോയി ഊണൊക്കെ കഴിച്ച് വരുമ്പോഴേക്കും നമ്മുടെ ഈ പരിപാടികളൊക്കെ ഡൗൺലോഡൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളും. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇൻകം ടാക്സിൻ്റെ സൈറ്റിൽ പോയിട്ട് നമുക്കിപ്പോൾ 26 IAS ഡൗൺലോഡ് ചെയ്യണം, AS ഡൗൺലോഡ് ചെയ്യണം. ജസ്റ്റ് നമ്മൾ മേ ബി ചിലപ്പോൾ നമ്മൾ പാസ്വേഡും കൊടുത്താൽ ആൾ പാസ്വേഡും അടിച്ച് കയറിക്കോളും. അതല്ല ക്യാപ്ച ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ ക്യാപ്ച മാനുവലി കൊടുക്കേണ്ടി വരും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാസ്വേഡ് ഷെയർ ചെയ്യാനായിട്ട് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ പാസ്വേഡ് നമ്മൾ അടിച്ചു കൊടുക്കുക. നിങ്ങൾ പാസ്വേഡ് അടിച്ച് പോയി ഒന്ന് കറങ്ങി തിരിഞ്ഞ് വരുമ്പോഴേക്കും 26 IAS അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം പല ക്ലയൻസും ഒരുപാട് പ്രാവശ്യം ചോദിക്കുന്നതാണ്, കഴിഞ്ഞ വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തതിൻ്റെ കോപ്പി ITR-V വേണം, അല്ലാന്നുണ്ടെങ്കിൽ 26 IAS വേണം എന്നുള്ളതൊക്കെ. ഇതൊക്കെ ജസ്റ്റ് ഒരൊറ്റ പ്രോംപ്റ്റിൽ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞത്. ഇതിൻ്റെ ഡൗൺലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യമാണ്, ഒരുപാട് കാര്യങ്ങൾ. സാർ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ AOC4 അതുപോലെ തന്നെ ലീഗൽ കംപ്ലയിൻസ് ഫയലിങ്സ് ഒക്കെ, സെക്രട്ടറി ഫയലിങ്സ് ഒക്കെ വരുമ്പോൾ ഈ നമ്മുടെ MCAയുടെ പോർട്ടലിൽ ഫയലിങ്സ് ഒക്കെ വരുമ്പോൾ ഇതുപോലെ ഒരു പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് വഴി പ്രോംപ്റ്റ് പഠിച്ചാൽ പ്രോംപ്റ്റ് ചെയ്ത് ഒരു അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കിട്ടുകയാണല്ലോ, ഓട്ടോമേറ്റ് ചെയ്ത് കിട്ടുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വർക്കിലേക്ക് നമുക്ക് നമ്മുടെ PC യൂസ് ചെയ്യാം. അതൊരു വലിയൊരു അഡ്വാൻറ്റേജായി മാറി കഴിഞ്ഞു അല്ലേ? അതായത് നമുക്ക് യൂസ് ചെയ്യുന്നതിലുപരി ഇതൊക്കെ കുറേ ഒരു മാനുവൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊരു ക്ലറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരാളെ ഇരുത്തേണ്ട കാര്യമില്ല. ഇതൊക്കെ ഓട്ടോമേറ്റഡ് ആയിട്ട് ഒരാളുടെ വർക്ക് തന്നെ ചെയ്യുന്ന പോലെയായല്ലോ. നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരാളങ്ങനെ ജസ്റ്റ് ഈ ഒരു ഫിഗർ നോക്കിയിട്ട് ബാലൻസ് ഷീറ്റിലെ റിസർവ് ആൻഡ് സർപ്ലസ് 54,000 നോക്കിയിട്ട് ഇപ്പുറത്തെ സൈഡിൽ 54,000 അടിച്ചു കൊടുക്കേണ്ട ഒരു പണി ഒരു ക്വാളിറ്റി സ്റ്റാഫ് ചെയ്യേണ്ട കാര്യമില്ല. അത് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസിയാണെന്ന് അർത്ഥം. ഇങ്ങനെ പക്ഷെ പല ആളുകൾക്കും ഇതിനെപ്പറ്റി അറിയില്ല എന്നുള്ളതാണ്. പലരും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് പല ആളുകൾക്കും അറിയില്ല എന്നുള്ളതാണ് ഈ വിഷയം. അപ്പോൾ ഓഡിറ്റേഴ്സിനെ സംബന്ധിച്ച്, പ്രൊഫഷണൽസിൽ ഓഡിറ്റേഴ്സ് ഉണ്ടാവില്ല, അപ്പോൾ ഓഡിറ്റേഴ്സിനെ സംബന്ധിച്ച് വലിയൊരു ഓഡിറ്റോ അല്ലെങ്കിൽ ഇപ്പോൾ അവർക്ക് അറിയാത്തൊരു ഓഡിറ്റ് വർക്ക് വരുവാണെങ്കിൽ എങ്ങനെയായിരിക്കും ഹെൽപ്ഫുൾ ആവുന്നത്? ഇപ്പോൾ ഓഡിറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു പുതിയൊരു അസൈൻമെൻറ്റ് വരികയാണെന്നിരിക്കും. ഇപ്പോൾ വലിയൊരു മാനുഫാക്ചറിങ് കമ്പനിയുടെ ഒരു ഇൻറ്റേർണൽ ഓഡിറ്റ് വരികയാണ്. ഇപ്പോൾ ഒരു ടെക്സ്റ്റൈൽ ഇതാണെന്ന് വിചാരിക്കും, ഒരു വെറൈറ്റി ഒരു ഓഡിറ്റ് വരികയാണെന്ന് വിചാരിക്കും. അപ്പോൾ ഇതുവരെ അവർ ചെയ്യാത്തൊരു വർക്ക് അസൈൻമെൻറ്റ് വരികയാണ്. ഇൻറ്റേർണൽ ഓഡിറ്റ് ആണ് വന്നേക്കുന്നത് ഒരു ടെക്സ്റ്റൈൽ കമ്പനിയുടെ.
അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ടെക്സ്റ്റൈൽ കമ്പനിയുടെ പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ബാലൻസ് ഷീറ്റൊക്കെ എന്തുണ്ട് പുറത്ത് അവൈലബിൾ ആണ്. ഇപ്പോൾ BSEയുടെയോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ NSEയുടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാലൻസ് ഷീറ്റൊക്കെ അവൈലബിൾ ആണ്. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ സിംപ്ലി ഒരു ലിസ്റ്റഡ് കമ്പനിയുടെ ഇപ്പോൾ ആ ഫീൽഡിലുള്ള ഇപ്പോൾ ടെക്സ്റ്റൈൽ ആണെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റൈൽ സെക്ടറിലുള്ള കമ്പനിയുടെ ഒരു ബാലൻസ് ഷീറ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, അറ്റാച്ച് ചെയ്തിട്ട് ChatGPT എടുത്തിട്ട് ചോദിക്കുന്നു, നമുക്ക് ഇതുപോലെയുള്ള ഒരു എന്ത് കിട്ടിയിട്ടുണ്ട്. മേ ബി വോളിയം കുറവായിരിക്കും, എന്നാലും നേച്ചർ ഓഫ് ബിസിനസ് ഇതുപോലെയുള്ള ഒരു കമ്പനിയുടെ ഓഡിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻറ്റേർണൽ ഓഡിറ്റ് പ്രൊസീജിയർ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇൻറ്റേർണൽ ഓഡിറ്റ് പ്രോഗ്രാം ചെയ്തു തരാനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സിംപ്ലി അത് കംപ്ലീറ്റ് ആ ഒരു ബാലൻസ് ഷീറ്റ് PL അതിൻ്റെ പ്രൊസീജിയേഴ്സ് പ്രോസസ്സ് എല്ലാം അനലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമുക്ക് നമ്മളൊരു ടെക്സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് കമ്പനിയിലാണ് ഇൻറ്റേർണൽ ഓഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം, ഏതൊക്കെ ഏരിയകൾ 1 to 3, അതായത് നമ്മങ്ങനെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറഞ്ഞു തരുന്ന അർത്ഥം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ ഇന്ന കാര്യങ്ങൾ നോക്കണം എന്ന് കറക്റ്റായിട്ട് പറഞ്ഞു തരുന്ന അർത്ഥം. അപ്പോൾ ഇത്രയും അതായത് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു 10-25 കൊല്ലം അവിടെ ഇൻറ്റേർണൽ ഓഡിറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരാൾ നമ്മളെങ്ങനെയാണോ ഹെൽപ്പ് ചെയ്യുക ആ ഒരു ആംഗിളിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന അർത്ഥം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് ആക്ച്വലി അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ആൾ, അതായത് ഇപ്പോൾ ഏത് പ്ലാറ്റ്ഫോം ആയാലും നമ്മളെക്കാട്ടും 100, 1000, 10,000 മടങ്ങും ആ ഒരു സബ്ജക്റ്റിൽ നോളജ് ഉള്ള ഒരാളാണ്. പക്ഷെ നമ്മൾ എങ്ങനെ ഇദ്ദേഹത്തിനെ അപ്രോച്ച് ചെയ്തിട്ട് നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാമെന്ന് മാത്രമേ ഉള്ളൂ അതിൽ. അപ്പോൾ ഈ ഓഡിറ്റേഴ്സിൻ്റെ ഓഡിറ്റ് പ്ലാനിങ് അല്ലെങ്കിൽ ഓഡിറ്റേഴ്സിൻ്റെ ചെക്ക് ലിസ്റ്റ് പ്രോഗ്രാമിങ് എല്ലാം ഒരു ഷെഡ്യൂളായിട്ട് നമുക്ക് കിട്ടൂല ഇതിലൂടെ. ഒരൊറ്റ പ്രോംപ്റ്റിൽ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നതനുസരിച്ചിരിക്കും. ഇപ്പോൾ നമ്മൾ ഒരു അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചോദ്യമാണോ ചോദിക്കുന്നത്, നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കൊരു ഓഡിറ്റ് പ്രോഗ്രാമാണ് വേണ്ടത്, നമുക്കൊരു ഓഡിറ്റ് ചെക്ക് ലിസ്റ്റാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണോ നമുക്ക് വേണ്ടത് അതിന് ബേസ് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുക, കറക്റ്റായിട്ട് ഉള്ള ഇതുകൾ കിട്ടുന്ന അർത്ഥം. പിന്നെ നമുക്ക് നമ്മളുടേതായ ഒരു ഡൊമൈൻ നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ അതും കൂടി ആഡ് ചെയ്യാം. ഓക്കെ, എനിക്ക് ഇന്ന തരത്തിലുള്ള കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യണം, ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്, സ്ട്രക്ചർ ചെയ്യാൻ പറ്റും. അതായത് കറക്റ്റായിട്ട് നമ്മൾ എന്താ ഒരു 50-50 കോമ്പിനേഷൻ എന്ന് പറയില്ലേ. അപ്പോൾ നമുക്ക് ഡൊമൈൻ നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു റിസൾട്ട് കിട്ടുന്ന. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഫിനാൻസ് ഫീൽഡിൽ അല്ലെങ്കിൽ ടാക്സേഷൻ ഫീൽഡിൽ ശരിക്കും അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ടാക്സേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഓഡിറ്റ് പ്രോഗ്രാം ഉണ്ടാക്കാൻ, ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ IOC4 ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട്, നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ GSTയുടെ നോട്ടീസിന് റിപ്ലൈ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇൻകം ടാക്സിൻ്റെ നോട്ടീസിന് റിപ്ലൈ ചെയ്യാനായിട്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ AI വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഇത് എങ്ങനെ ചെയ്യാം എന്ന് പഠിക്കുക എന്നുള്ളതാണ് ഇതിലൊരു സ്കില്ലിരിക്കുന്ന കഥ. അതായത് ഇതിൽ അറിഞ്ഞിരിക്കേണ്ട കഥ എങ്ങനെയാണ്, ഇത് എങ്ങനെ പഠിക്കാം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതായിട്ട് ബന്ധപ്പെട്ടിട്ട് അക്കൗണ്ടൻസിന് വേണ്ടിയിട്ട് മാത്രം, അല്ലെങ്കിൽ അക്കൗണ്ടിങ് അല്ലെങ്കിൽ ടാക്സേഷൻ ഫീൽഡിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് മാത്രം നമ്മളൊരു കോഴ്സ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. AI4 അക്കൗണ്ടൻസ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ടാക്സേഷൻ ആംഗിളിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് മാത്രം നമ്മളൊരു കോഴ്സ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും നമ്മളിവിടെ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. അതായത് നിങ്ങൾക്ക് നമ്മൾ ഒരുപാട് വർക്ക്ഷോപ്പുകൾ അല്ലെന്നുണ്ടെങ്കിൽ ക്ലാസ്സസ് അതിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒക്കെ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ആണ്, എങ്ങനെ എന്ന് ചെയ്ത് കാണിച്ചുകൊണ്ട് ഉള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. ഞാൻ പറയുന്നത് നമ്മളിത് പഠിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ഡേറ്റഡ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫീൽഡ് ഔട്ട് ആയി പോകുന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ അറിയേണ്ട കാര്യം. അപ്പോൾ ഈ AI ഓട്ടോമേഷൻ കാരണം സ്റ്റാഫ് അല്ലെങ്കിൽ ഓഫീസിലെ ജൂനിയർ സ്റ്റാഫ്സിന്റെ കടന്നുവരവ് നിർത്തലാവാൻ ചാൻസ് ഉണ്ടോ? അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടാവോ? അങ്ങനെ പതുക്കെ അങ്ങനെ വരാനായിട്ട് സാധ്യതയുണ്ട്. അതായത് ഇപ്പോൾ പല ആളുകളും ഒരു ഓട്ടോമേഷനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എൻട്രി ലെവൽ കാര്യങ്ങളുണ്ടല്ലോ, ഇപ്പോൾ ഈ ഡാറ്റ എൻട്രി, നേരത്തെ കണ്ട ഒരു സംഭവം ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ നിന്ന് ഫിഗറുകൾ കോപ്പി ചെയ്ത് ഇപ്പുറത്ത് ടൈപ്പ് ചെയ്യാം, ഇങ്ങനത്തെ കാര്യങ്ങൾ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇൻവോയ്സിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഫിഗറുകൾ നോക്കിയിട്ട് GSTR 3Bയിലേക്കോ അല്ലെങ്കിൽ 1ലേക്കോ അടിക്കുക. ഇങ്ങനെയൊക്കെയുള്ള ഒരു എൻട്രി ലെവൽ ജോലികൾ പതുക്കെ ഒരു ഓട്ടോമേറ്റ് ചെയ്തിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു ജൂനിയർ ലെവൽ സ്റ്റാഫ് ആവശ്യം വരാനായിട്ട് സാധ്യതയില്ല. ഇന്നെ ഒരു മീഡിയം ടൈമിലൊക്കെ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. മാത്രമല്ല വേറൊരു സിറ്റുവേഷൻ കണ്ടുവരുന്നതേ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ജൂനിയർ സ്റ്റാഫ് റീപ്ലേസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് നാച്ചുറലായിട്ടും കൂടി സംഭവിക്കുന്നതാണ്. സത്യത്തിൽ സ്റ്റാഫിന് കിട്ടാനില്ല എന്നുള്ളത് വേറെ അതായത് ഇപ്പോൾ ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു സ്റ്റാഫ് അല്ലെന്നുണ്ടെങ്കിൽ പലരും ഇങ്ങനെയുള്ള ഫീൽഡുകളിലേക്ക് കടന്നു വരുന്നില്ല. ഇപ്പോൾ ഒരുപാട് കുട്ടികളൊക്കെ വിദേശത്തേക്ക് പോകുന്നു, കാനഡയ്ക്ക് പോകുന്നു, UK പോകുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടുത്തെ ഒരു പ്രാക്ടീസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇപ്പോൾ CAക്കോ അല്ലെങ്കിൽ CMA അങ്ങനെയൊക്കെയുള്ള കോഴ്സുകളിലേക്കൊക്കെ വരാനായിട്ടുള്ള ഒരു
എൻട്രി ലെവലും കുറവാണ്. അപ്പോൾ നമ്മൾ ഇനി പതുക്കെ ഒരു 3 സ്റ്റുഡൻറ്റിന് പകരം ഒരു AI അറിയാവുന്ന ഒരാൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി 3 ആൾക്കാരുടെ പണി ഈ AI അറിയാവുന്ന ഒരാൾ, ഞാൻ പറയുന്നത് AI വെച്ചുകൊണ്ട് മാത്രമല്ല, AI അറിയാവുന്ന ഒരു സ്റ്റാഫ് ഉണ്ട് എന്ന് കരുതൂ, അല്ലെങ്കിൽ AI അറിയാവുന്ന ഒരു ക്ലർക്ക്, ഒരു ട്രെയിനി ഉണ്ടെന്ന് കരുതൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 3 ആൾക്കാരുടെ പണി ഈ ഒരൊറ്റ ആൾക്ക് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നത് ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ഒരു ഫ്യൂച്ചറിൽ ചിലപ്പോൾ നമുക്കൊരു 40-50 ആളുകളൊക്കെ ഉള്ള ഒരു, ഇപ്പോഴത്തെ ഒരു ഇതിലൊരു മീഡിയം ടൈമിലൊക്കെ, ഒരു മീഡിയം ഫെയിമിലൊക്കെ ഒരു 30 തൊട്ട് 40, 50, 60 അങ്ങനെയൊക്കെയുള്ള നമ്പറുകൾ ഉണ്ടായിരിക്കാം. പക്ഷേ ഇനി അവിടെ നിന്ന് അങ്ങോട്ട് അത്രയും വലിയൊരു നമ്പർ ഇല്ലാതെ തന്നെ അങ്ങനത്തെ ഒരു ലെവൽ ഓഫ് ആ ഒരു സ്കെയിലബിലിറ്റിയിലേക്ക് പോകാൻ പറ്റും എന്നർത്ഥം. ചിലപ്പോൾ ഒരു 15-20 ആളുകളെ വെച്ചുകൊണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളുകളൊക്കെ അറിയാവുന്ന ആളുകളെ വെച്ചുകൊണ്ട് മുൻപ് 60 പേര് ചെയ്തിരുന്ന പണിയുണ്ടല്ലോ, ഒരു 15-20 പേരൊക്കെ വെച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ അടുത്തൊരു ലെവലിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ ഒരു 5-6 പേരൊക്കെ വെച്ചിട്ട് ആ ഒരു സ്കെയിലബിലിറ്റിയിലേക്ക് എത്താനായിട്ട് പറ്റും എന്നർത്ഥം. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ ജൂനിയർ ലെവലിൽ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് AI വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും എന്നർത്ഥം. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് പോകുന്ന ആൾക്കാർക്ക് AI വേണമെന്നുള്ളൊരു തീർച്ചയായിട്ടുള്ളൊരു ഇത് വരുന്നുണ്ടല്ലേ? അതായത് നമ്മൾ ഇലോൺ മസ്ക് തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇലോൺ മസ്കിൻ്റെ അടുത്തൊരു ചോദ്യം ചോദിച്ചതാണ്, അതായത് AI ഒരാളെ റീപ്ലേസ് ചെയ്യോ എന്നുള്ളത്. അപ്പോൾ ഇലോൺ മസ്ക് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, അതായത് AI വിൽ നോട്ട് റീപ്ലേസ് യു എന്നാണ് പറഞ്ഞത്. അതായത് AI നിങ്ങൾ റീപ്ലേസ് ചെയ്യില്ല, ബട്ട് എ പേഴ്സൺ നോസ് AI വിൽ റീപ്ലേസ് ചെയ്യൂ എന്നാണ്. അതായത് AI കാരണം ചിലപ്പോൾ ഒരാളുടെ പണി പോയില്ല, പക്ഷേ AI പഠിച്ച ഒരാൾ കാരണം ചിലപ്പോൾ വേറൊരാളുടെ പണി പോകും എന്നർത്ഥം. അവിടെ കോമ്പറ്റീഷൻ വരുന്നത് AI ആയിട്ടല്ല കോമ്പറ്റീഷൻ വരുന്നത്, AI അറിയാവുന്ന ആളും AI അറിയാത്ത ആളും തമ്മിലാണ് കോമ്പറ്റീഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ ഓഡിറ്റേഴ്സിനെ കുറിച്ച് സംസാരിച്ചു. ഓഡിറ്റേഴ്സിൻ്റെ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ ഓഡിറ്റിൻ്റെ ഒരു പ്ലാനിങ് ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ പ്രോഗ്രാം ഓഡിറ്റ് എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ പറ്റുമെന്ന് കണ്ടു. അതുപോലെയാണെങ്കിൽ ഇപ്പോൾ അക്കൗണ്ടിങ് ഓഡിറ്റ് അല്ലെങ്കിൽ ടാക്സ് ഓഡിറ്റ് പോലെയുള്ള മേഖലയിൽ AI അത് ഓട്ടോമേഷൻ വഴി അത് ഫുള്ളി ചെയ്യാൻ പറ്റും? അതായത് ഫുള്ളി എല്ലാ പരിപാടിയും AI കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നല്ലേ ചോദിച്ചത്. അതെ, മേ ബി AI വെച്ചിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഓഡിറ്റൊക്കെ ഓൾമോസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ 100% ഒക്കെ ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ നമ്മൾ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഓഡിറ്റ് പ്രൊസീജിയർ ഉണ്ടല്ലോ, അതായത് നമ്മൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റോ അല്ലെങ്കിൽ ഓഡിറ്ററോ ചെയ്യണത് ഒരു അസിസ്റ്റൻറ്റിനെ കൊണ്ട് എന്ത് ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുന്നു, അവസാനം അത് അസസ് ചെയ്യുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, എന്നിട്ട് സർട്ടിഫൈ ചെയ്യുന്നു. ഇതാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഒരു അസിസ്റ്റിംഗ് പോർഷൻ എന്നുള്ളൊരു ആംഗിളിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, AI കാണേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു മാസ്റ്റർ എന്നുള്ള നിലയിൽ AI കണ്ടു കഴിഞ്ഞാൽ കാര്യങ്ങൾ കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോകുന്ന അർത്ഥം. അപ്പോൾ നമ്മൾക്ക് പിന്നെ ഒന്നും അറിയാത്ത ഒരു സിറ്റുവേഷനിലേക്ക് ചിലപ്പോൾ പോകും. അപ്പോൾ അതിലൊരു മെറ്റീരിയാലിറ്റി ഇഷ്യൂ വരെ വരാനൊക്കെ ആയിട്ട് സാധിക്കും. നമ്മൾ ഇപ്പോഴും അങ്ങനെ ഒരു 100% നമ്മൾ നേരത്തെ ഹാലുസിനേഷനെ പറ്റി പറഞ്ഞോളൂ. അപ്പോൾ ചില സമയത്തൊക്കെ ചിലപ്പോൾ ഡീവിയേഷൻസ് ഒക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഒരു 100% ഡിപ്പെൻഡൻസി, നമ്മുടെ ബ്രെയിൻ നമ്മൾ ഫ്രീസറിൽ എടുത്ത് വെക്കുന്ന പരിപാടിയല്ല AI ടൂൾ യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് സ്പീഡിൽ ഒരു ക്വാളിറ്റി ഔട്ട്പുട്ട് കിട്ടുന്നു. അപ്പോൾ ഔട്ട്പുട്ടിന് ക്വാളിറ്റി ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ക്വാളിറ്റി ഉണ്ട് എന്ന് നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പാരാമീറ്റേഴ്സ് നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയറൽ കാര്യങ്ങളിൽ കിടക്കാൻ പറ്റും, ഒരുപാട് സമയം സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമുക്ക് വർക്ക് ഇപ്പോൾ ഓഡിറ്റേഴ്സിൻ്റെ ഇപ്പോൾ നമ്മൾ വർക്ക് കൊടുക്കുമ്പോൾ അതിനകത്തുള്ള ഡാറ്റ പ്രോസസ്സ് ചെയ്തിട്ട് മെറ്റീരിയലി മിസ്റ്റേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഡീവിയേഷൻ എന്തെങ്കിലും നമുക്ക് അത് സെപ്പറേറ്റ് കിട്ടുകയാണെങ്കിൽ തന്നെ നമുക്കതൊരു ക്വാളിഫിക്കേഷൻ കൊടുക്കാനോ റിമാർക്ക് കൊടുക്കാനായിട്ടോ പറ്റും എന്നർത്ഥം. നമുക്ക് അതല്ല, നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മളുടെ AI ഒരു ഹാലൂസിനേഷൻ അവിടെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് ചെക്ക് ചെയ്യുക. ഹാലൂസിനേഷൻ പാർട്ടൊന്നുമില്ല, വളരെ കറക്റ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി റിലയബിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാൻ പറ്റും എന്നർത്ഥം, പ്രൊസീഡ് ചെയ്യാൻ പറ്റും എന്നർത്ഥം. അപ്പോൾ ഇതുകൊണ്ടുള്ളൊരു നേട്ടം മേ ബി CA ഫേംസും അതുപോലെയുള്ള ഓഡിറ്റേഴ്സ് ഇങ്ങനെ ടാക്സ് പ്രാക്ടീഷ്യൻസിനൊക്കെ ആയിരിക്കും മേ ബി, അല്ലെങ്കിൽ പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആൾക്കാർക്ക് മേ ബി ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കാം. ഒരുപാട് സമയം നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിളുകളിലൊക്കെ നമ്മൾ അതാണല്ലോ കാണുന്നത്. ഒരുപാട് സമയം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് അഡോപ്റ്റ് ചെയ്യുമ്പോൾ ഒരു നെക്സ്റ്റ് ഒരു 5 yearsലേക്കുള്ള അവരുടെ ഒരു എങ്ങനെയായിരിക്കും അവരുടെ ഒരു പ്രൊഫഷണൽസിൻ്റെ ഒരു എങ്ങനെ പോകണം എന്നുള്ളതൊക്കെ ഫ്യൂച്ചർ ഡിപ്പെൻഡിങ്. നമ്മൾ അഡോപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 2 കാര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നർത്ഥം. നേരത്തെ പറഞ്ഞ പോലെ ടൈം ആൻഡ് ക്വാളിറ്റി
ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഭയങ്കരമായിട്ട് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാൻ പറ്റും എന്നർത്ഥം. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സമയം എടുത്ത് ചെയ്തിരുന്ന കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും, ചെറിയൊരു ടൈം ഫ്രെയിമിൽ തീർക്കാം, കുറച്ച് ടൈം ഫ്രെയിമിൽ തീർക്കാൻ പറ്റും. ദെൻ മുമ്പ് നമ്മൾ കണ്ട പോലെ നമ്മളൊരു കാര്യം അനലൈസ് ചെയ്ത് മേ ബി നമുക്ക് അവിടെ എത്താനായിട്ട് വരും, പക്ഷെ അത്ര അധികം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ അത്രയധികം ഒരു ക്വാളിറ്റി ടൈം നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. എന്നിട്ട് കിട്ടുന്ന ഔട്ട്പുട്ട് ചിലപ്പോൾ എന്ത് ചെയ്യില്ല, ചിലപ്പോൾ അത്ര ക്വാളിറ്റി ഉണ്ടാവണം എന്നില്ല. കാരണം നമ്മളായ കാരണം ആസ് എ ഹ്യൂമൻ ബീയിങ് എന്നുള്ള നിലയിൽ എന്ത് ചെയ്യും, ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ വിട്ടുപോവാം, ചില കാര്യങ്ങൾ നമ്മൾ റെഫർ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ. പക്ഷെ അപ്പുറത്തെ സൈഡിലുള്ളത് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു ടൂളായ കാരണം, ഒരു ലാർജ് ലാംഗ്വേജ് മോഡലൊക്കെ ആയ കാരണം അവരെല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നു, കൺസിഡർ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് ടൈം മാത്രമല്ല, ഒരു ക്വാളിറ്റി ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, അപ്പോൾ നമ്മളൊരു 5 ഇയർ ടൈം ഫ്രെയിമിലൊക്കെ പോകുമ്പോൾ ഇത് കറക്റ്റായിട്ട് ഈ അപ്ഡേറ്റ് ചെയ്ത് പോകുന്ന ആൾക്കാർ ബഹുദൂരം മുന്നോട്ട് പോകുന്നൊക്കെ പറയില്ലേ, ഭയങ്കര സ്പീഡിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ ചെയ്തു തീർക്കാനും ക്വാളിറ്റിയിൽ ചെയ്തു തീർക്കാനും പറ്റും. അപ്പോൾ അവരുടേതായിട്ടുള്ള കോർ ഏരിയകളുണ്ടല്ലോ, അപ്പോൾ അവർക്ക് ഇപ്പോൾ ബിസിനസ് ഗ്രോത്ത് ആണ് വേണ്ടത്, അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു അനാലിസിസ് പാർട്ടാണ് വേണ്ടത്, അപ്പോൾ ഒരു അഡ്മിനിസ്ട്രേഷൻ ലെവൽ അല്ലെങ്കിൽ ഒരു മാനേജീരിയൽ ലെവൽ, ഇങ്ങനെയുള്ള ഏരിയയിലേക്ക് ഈ ഓപ്പറേഷൻ ലെവൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇതൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അപ്പുറത്തെ അവർക്ക് എവിടെയാണോ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അവർക്ക് ഏതാണോ ഫോക്കസ് ചെയ്യേണ്ടത്, ആ ഏരിയയിൽ കൂടുതൽ സമയം എന്ത് ചെയ്യാൻ പറ്റും, ഫോക്കസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ AI യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇതിനൊരു കോഡിങ് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ നോളജ് ഒരു വ്യക്തിക്ക് ആവശ്യമാണോ? അങ്ങനെ ഒരു റിക്വയർമെന്റ് ഉണ്ടോ? അങ്ങനെ ഒരു റിക്വയർമെന്റിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ അങ്ങനെ ഒരു കോഡിങ് അറിയണമെന്നോ അല്ലെങ്കിൽ വലിയ കമ്പ്യൂട്ടർ നോളജ് അറിയണമെന്നോ നിർബന്ധമൊന്നുമില്ല. നമ്മൾ കാഷ്വലായിട്ട് നമ്മളിപ്പോൾ ഒരു എക്സൽ യൂസ് ചെയ്യാൻ എങ്ങനെ യൂസ് ചെയ്യുന്നു, ഒരു വേർഡ് എങ്ങനെ യൂസ് ചെയ്യുന്നു, അതേപോലെ തന്നെ നമ്മൾ എങ്ങനെ ഗൂഗിൾ മുമ്പ് യൂസ് ചെയ്തിരുന്നു, അത്രയും നോളജൊക്കെ മതി ഈ AI യൂസ് ചെയ്യാനായിട്ട്. പക്ഷെ നമ്മൾ ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട കാര്യം ഈ പ്ലാറ്റ്ഫോമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അറിയണം എന്നുള്ളത്. എഫക്റ്റീവ്ലി അതന്നെ, അതായത് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് അറിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എഫക്റ്റീവ്ലി ഈ പ്ലാറ്റ്ഫോമിന് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോംപ്റ്റിങ് എന്താണെന്ന് അറിയണം. അത്രയേ ഉള്ളൂ, അതിലെ ബേസിക് എലമെന്റ് അതാണ്. അപ്പോൾ ഒരു AI യൂസറിന് ഒരു അപേക്ഷ നോക്കുമ്പോൾ അവർ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് സ്റ്റാർട്ട് ചെയ്യാന്ന് മാത്രമല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് തന്നെയാണ് ഇതിൻ്റെ A to Z. നമ്മൾ എങ്ങനെ ഒരു പ്രോംപ്റ്റ് യൂസ് ചെയ്യുന്നു, ബാക്കിയുള്ളതൊക്കെ ബാക്കി കാര്യങ്ങളൊക്കെ അപ്പുറത്തും മാറി വരുന്നു. ഇപ്പോൾ പുതിയ ടെക്നോളജി വരുന്നു, AI ഏജന്റ് വരുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പുറത്തെ സൈഡിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഇതിലെല്ലായിടത്തും നമുക്ക് എന്തറിയണം, നമുക്ക് നല്ലൊരു പ്രോംപ്റ്റ് കൊടുക്കാനായിട്ട് അറിയണം. അവിടെ ഇതൊരു ചെസ് കളി പോലെയാണ്. അവിടെ എന്ത് മൂവ്, നമ്മളിവിടെ എന്ത് മൂവ് ചെയ്യുന്നതിനനുസരിച്ചാണ് അപ്പുറത്തെ സൈഡിൽ നിന്ന് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പലപ്പോഴും കുറെ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ കുറെ ഫോട്ടോസോ അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ AI ജനറേറ്റഡ് ആയിട്ട് കാണാറുണ്ട്. അപ്പോൾ അതിന്റെ ബാക്കിലായിട്ട് ഇപ്പോൾ എഡിറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഫുള്ളും പ്രോംപ്റ്റ് ആണ്. ഒറ്റ പ്രോംപ്റ്റ് ആണ്, അത്രേ ഉള്ളൂ. അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ ഈ സ്റ്റുഡിയോ, ഈ നമ്മൾ രണ്ടുപേരിരിക്കുന്ന സ്റ്റുഡിയോ റൂം വേണമെന്നുണ്ടെങ്കിൽ AI വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം. ഇതുപോലെ ഇത് ബ്ലൂ കളർ ബാക്ക്ഗ്രൗണ്ട് വേണം, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ കളർ സോഫ വേണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റ് മൈക്ക് വേണം, ഇതുപോലെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ലൈനുള്ള ഇത് വേണം, ഇങ്ങനെ ലൈറ്റിംഗ് വേണം എന്ന് കറക്റ്റായിട്ട് ഇതൊക്കെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മുടെ 2 ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ എക്സാക്ട്ലി AI ഇതുപോലൊരു ഫ്രെയിം നമുക്ക് എന്ത് ചെയ്തു ക്രിയേറ്റ് ചെയ്ത് തരും. ഇത് നമ്മൾ ഇതുപോലെ ഇരിക്കണ പോലത്തെ ഒരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്ത് തരും. ജസ്റ്റ് പ്രോംപ്റ്റ് മാത്രം മതി നിർത്താം. നമ്മൾ നല്ല തരത്തിൽ നമുക്ക് പ്രോംപ്റ്റ് ചെയ്യാൻ അറിയണം, അത്ര മാത്രമേ ഉള്ളൂ. നമ്മളെ ഇപ്പൊ ജെമിനി ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ പിക്ചേഴ്സും എല്ലാം ബാക്ക് എൻഡിൽ ഒരു പ്രോംപ്റ്റേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല അതില്. അപ്പൊ നമ്മൾ പ്രോംപ്റ്റിങ് കറക്റ്റായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ AI ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ കോഴ്സിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്നത് അതിനെക്കുറിച്ച് തന്നെയാണ്, എങ്ങനെ പ്രോംപ്റ്റ് ചെയ്യാം. അതിൻ്റെ ഇലസ്ട്രേഷൻസുകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കൊടുത്തിരിക്കുന്നത്. അതെ, അപ്പോൾ പ്രോംപ്റ്റിംഗ് അറിയാണ്ട് നമുക്ക് AI ലേണിംഗ് പോസിബിൾ അല്ല. അപ്പോൾ നമ്മുടെ AI കോഴ്സ് അല്ലെങ്കിൽ AI പഠിച്ചു വരുന്ന ഒരു പ്രൊഫഷണലിന് അവർക്ക് എങ്ങനെ ലോങ് ടൈം കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടാകും? നമ്മൾ നേരത്തെ കൊഡ്വിൻ പറഞ്ഞ പോലെ തന്നെ നാടോടുമ്പോൾ നമ്മൾ നടുവേ ഓടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സൈഡ് ട്രാക്കിലേക്ക് മാറിപ്പോകുന്ന അർത്ഥം. അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും അപ്ഡേറ്റഡ് ആയില്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി പോകുന്ന അർത്ഥം. അപ്പോൾ നേരത്തെ നമ്മുടെ ആദ്യത്തെ എക്സാമ്പിൾ തന്നെ, ഇപ്പോൾ 2 ആളുകളുണ്ട്, Aയും ഉണ്ട് Bയും ഉണ്ട്. Aക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു തരാനായിട്ട് പറ്റുന്നു, B 2 ആഴ്ച എടുക്കുന്നു. നാച്ചുറലി എന്താ സംഭവിക്കുക, B കുറച്ച് കളയുമ്പോൾ ഫീൽഡ് ഔട്ട് ആയി പോകും. അപ്പോൾ നമ്മൾ ഫീൽഡ് ഔട്ട് ആയി പോവാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇതുപോലെയുള്ള ടെക്നോളജിയും കാര്യങ്ങളും നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം എന്നർത്ഥം.
അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര സ്പീഡിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തോരം സമയം നമ്മൾ ഫ്രീ ആയി നോക്കൂ. അതെ. നമ്മൾ ഒരു ദിവസം മുഴുവൻ ചെയ്യുന്ന ഒരു വർക്ക് നമുക്ക് അരമണിക്കൂർ കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റിയിരുന്നെങ്കിൽ 8 മണിക്കൂറിൽ 7.5 മണിക്കൂർ നമ്മൾ ഫ്രീ ആയില്ലേ. നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സമയം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ 6 ദിവസം ഓഫീസ് വർക്ക് ചെയ്തിരുന്ന ഒരു ഓഫീസിനെ വേണമെങ്കിൽ 3 ദിവസം പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്ത് ബാക്കിയുള്ള സമയം വേറെ തരത്തിൽ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ദിവസമൊക്കെ ലീവൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ AI വെച്ച് ഇന്ന് സംഭവിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരുപാട് സമയം നമുക്ക് ഫ്രീ ആവാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അപ്പോൾ എയിലൊക്കെ ഇപ്പോൾ എ ലോഞ്ച് ആയതിനു ശേഷം കുറേ അപ്ഡേഷനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കവറപ്പ് ചെയ്തവർക്ക് എങ്ങനെ എത്താൻ പറ്റും? നമ്മൾ ഇതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ്, അതായത് ഇപ്പോൾ ഇതിൻ്റെ ബേസിക്സും അതുപോലെ തന്നെ ഇപ്പോൾ അക്കൗണ്ടൻസിന് വേണ്ടിയിട്ടുള്ളൊരു അഡ്വാൻസ്ഡ് കോഴ്സും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അഡ്വാൻസ്ഡ് കോഴ്സിൽ ഇപ്പോൾ റീസെൻ്റ് ഇറങ്ങിയിട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ കോമറ്റിൻ്റെ വെർഷൻ ഉണ്ടല്ലോ, അതായത് നമുക്കൊരു ഓട്ടോമേഷനിലേക്ക് എങ്ങനെ പോവാം, ഓഫീസ് ഓട്ടോമേഷനിലേക്ക് വരെ എങ്ങനെ പോവാം, ആ കാര്യങ്ങളടക്കം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഇത് പഠിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നില്ലെങ്കിൽ പതുക്കെ നമ്മൾ എന്തായിട്ട് പോകും, ഔട്ട്ഡേറ്റഡ് ആയിട്ട് പോകും, ഫീൽഡ് ഔട്ട് ആയിട്ട് പോകും എന്നുള്ളതാണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ വലിയ ഒരു ഡിസ്കഷൻ ആയിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ജനറലി ബേസിക്കലി നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു, ഒരു അക്കൗണ്ടിങ് ആസ്പെക്റ്റിൽ അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ആംഗിളിൽ ഒരു ടാക്സേഷൻ ഓഫീസിൽ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഓഫീസിൽ അല്ലെങ്കിൽ സാധാരണ ഒരു ഓഫീസിൽ നമുക്ക് എങ്ങനെയൊക്കെ കാര്യങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട് പറ്റും, ഈ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ AI ബന്ധപ്പെട്ടിട്ട് 2 കോഴ്സുകൾ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് ബേസിക് ആയിട്ടുള്ളൊരു കോഴ്സ്, AI പഠിക്കാനായിട്ട് ഒരു ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ ഒരു അഡ്വാൻസ്ഡ് ലെവൽ കോഴ്സ്, അതായത് ബേസിക്കലി ഒരു അക്കൗണ്ടൻസ് എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്, ഒരു അക്കൗണ്ടിങ് ഓഫീസിൽ അല്ലെങ്കിൽ ഒരു ടാക്സ് പ്രാക്ടീഷണർ ഓഫീസിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ AI വെച്ചിട്ട് നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട് പറ്റും, മണിക്കൂറുകളോളം നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. 5-6 ദിവസം അല്ലെങ്കിൽ 1-2 ആഴ്ചയൊക്കെ ചെയ്തിരുന്ന കാര്യങ്ങൾ വെറും 2 മണിക്കൂറിനുള്ളിൽ അല്ലാന്നുണ്ടെങ്കിൽ അരമണിക്കൂറിനുള്ളിലൊക്കെ സിമ്പിളായിട്ട് എങ്ങനെ ചെയ്ത് തീർക്കാമെന്ന് നമ്മൾ അവിടെ കോഴ്സിൽ പ്രാക്ടിക്കലായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ആ കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ AI എന്ന് പറയുന്നത് ഇനിയുള്ളൊരു കാലം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റേതാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഔട്ട്ഡേറ്റഡ് ആയി പോകും. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.